എന്താണ് ക്രിസ്തീയ സുവിശേഷം? രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് വേദപുസ്തകത്തിലുള്ളത്. ഒന്ന്, ദൈവമക്കളാകുന്നത് എങ്ങനെ, ദൈവമക്കളായി നമ്മൾ വളരുന്നത് എങ്ങനെ? ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് എന്ന് ഞാൻ അനുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ രണ്ട് വിഷയങ്ങളായിരിക്കും. നമുക്കധികം മുഖവരിയൊന്നും ഇല്ലാതെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഈ ദൈവമക്കളാകുവാനുള്ള അധികാരം ദൈവം നൽകി. അപ്പോൾ ദൈവമക്കളാകുന്നത് എങ്ങനെയാണ്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോഴാണ്. അതിന് താഴോട്ട് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, അത് രക്തത്താൽ സംഭവിക്കുകയില്ല, നോട്ട് ബൈ ഇൻഹെറിറ്റൻസ്. അത് ജഡത്തിൻ്റെ തീരുമാനത്തിൽ നടക്കുകയില്ല. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, ഞാൻ നാളെ തൊട്ട് ചേർന്നേക്കാം, അങ്ങനെ വിചാരിച്ചാലും സാധിക്കുകയില്ല. എനിക്കൊരു തീരുമാനമെടുത്ത് ചേരാൻ സാധ്യമല്ല എന്നർത്ഥം. മൂന്നാമത് പറയുന്നത് പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല എന്ന് പറഞ്ഞാൽ, ഒരു വീട്ടിലെ പുരുഷൻ, അധികാരിയായ ആൾ പറയുകയാണ്, ഓക്കെ നമുക്ക് നാളെ തൊട്ട് ദൈവമക്കളായേക്കാം എന്ന് പറഞ്ഞാലും അത് നടക്കില്ല. ഇത് ദൈവമക്കളാകുന്നത് ഒരു സ്പിരിച്വൽ ബർത്താണ്, റീജനറേഷൻ, വീണ്ടും ജനിക്കുക എന്ന് പറയും. നമ്മൾ ഈ ഭൂമിയിൽ ഭൗതികമായി നമ്മൾ ജനിച്ചപ്പോൾ, ഈ ശരീരവുമായിട്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ നമ്മൾ ആരും അറിഞ്ഞില്ല ജനിച്ച കാര്യം. നമുക്കൊരു ചോയ്സും ഉണ്ടായിരുന്നില്ലേ, എങ്ങനെ ജനിക്കും, എവിടെ ജനിക്കും എന്നൊരു ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പിള്ളേരൊക്കെ ഇപ്പോഴും അമേരിക്കയിൽ പോകാനും കാനഡയിൽ പോകാനും UK ഒക്കെ പോകാൻ, ഓസ്ട്രേലിയയിൽ പോകാനൊക്കെ എന്തുമാത്രം കഷ്ടപ്പെടുന്നു. അപ്പോൾ ജനിക്കുന്നതിന് മുമ്പ് ഒരു ചോയ്സ് കൊടുക്കുമായിരുന്നെങ്കിൽ ഇവരവിടെ എവിടെയെങ്കിലും അങ്ങ് ജനിച്ചു പോയിക്കൊണ്ടേനെ. പക്ഷെ എന്തായാലും അങ്ങനെ ഒരു ചോയ്സ് ഇല്ല. നമ്മൾ ജനിച്ചു കഴിഞ്ഞപ്പോഴും നമ്മൾ ജനിച്ച കാര്യം നമ്മൾ അറിഞ്ഞില്ല. 1-ാമത്തെ ബർത്ത്ഡേക്കൊന്നും നമ്മൾ ജനിച്ച കാര്യം നമുക്ക് അറിയത്തില്ലായിരുന്നു. എല്ലാവരും കൂടെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് സന്തോഷിച്ചു എന്നുള്ളതല്ലാതെ ഈ 2-3 ബർത്ത്ഡേ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ജനിച്ച കാര്യം തന്നെ നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ജനനത്തിൻ്റെ ഉത്തരവാദികൾ നമ്മുടെ മാതാപിതാക്കളാണെന്ന് പറയുന്ന പോലെ ഈ സ്പിരിച്വൽ ബർത്ത് അല്ലെങ്കിൽ ആത്മീക ജനനത്തിൻ്റെ ഉത്തരവാദി നമ്മളല്ല, ദൈവമാണ്. ദൈവത്തിന് മാത്രമേ ആത്മീക സന്തതികളെ ജനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത്, രക്തത്താലല്ല, നമ്മുടെ സ്വന്തം തീരുമാനത്താലുമല്ല, നമ്മുടെ ഒരു കുടുംബനായകൻ്റെ തീരുമാനം കൊണ്ടും നടക്കില്ല, അത് ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഇപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഒരു സ്പിരിച്വൽ ബർത്ത് അല്ലെങ്കിൽ ആത്മീക ജനനം, ആത്മാവിൽ വീണ്ടും ജനിക്കുന്ന ആളുകളെയാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാകുന്നതിന് ആത്മീക വീണ്ടും ജനനം അല്ലെ റീജനറേഷൻ, പുനർജനനം ആവശ്യമാണ്. ഈ പുനർജനനം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ അത്യാവശ്യമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ആത്മാവിൽ വീണ്ടും ജനിക്കാത്തവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ സ്വർഗരാജ്യം അവകാശമാക്കുവാനോ സാധ്യമല്ല. നിക്കോദമോസിനോട് കർത്താവ് സംസാരിക്കുന്ന ആ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നിക്കോദമോസ് വളരെ പ്രധാനപ്പെട്ട ഒരു പള്ളിപ്രമാണിയായിരുന്നു, ഒരു ടീച്ചറായിരുന്നു, യഹൂദന്മാരെ നിയമം പഠിപ്പിക്കുന്ന ആളായിരുന്നു, നമുക്കറിയാം. ഇദ്ദേഹം കർത്താവിനോടൊന്ന് പറയുന്നത്, നീ ദൈവത്തിൽ നയിക്കപ്പെട്ടവനാണ്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ചെയ്യുവാൻ നിനക്ക് കഴിയുമായിരുന്നില്ല. ഇപ്പം കർത്താവ് പറഞ്ഞു, നല്ല വാചകം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, വീണ്ടും ജനിച്ചില്ല എങ്കിൽ എത്ര മിടുക്കനായാലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. വീണ്ടും ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളെല്ലാം ചിന്തിക്കും, വീണ്ടും ജനിക്കുക എന്ന് പറയുന്നതിനകത്തൊരു എല്ലാവർക്കും ചിലപ്പോൾ ആഗ്രഹം കാണും, പ്രത്യേകിച്ച് മലയാളികൾ ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. നമ്മളൊക്കെ എപ്പോഴും ആലോചിക്കും 80കളും 90കളും എത്ര മനോഹരമായിരുന്നു. നിങ്ങളെങ്ങനെ ആലോചിക്കുമെന്ന് എനിക്കറിയത്തില്ല. ആ പ്രായത്തിലൂടെ കടന്നു പോയവർ ചിലപ്പോൾ അങ്ങനെ ആലോചിക്കുമായിരിക്കും. അന്നത്തെ അന്തരീക്ഷം, അന്നത്തെ ആളുകൾ, അന്നത്തെ ചിന്താഗതികൾ. ഇന്ന് മനുഷ്യബന്ധങ്ങൾക്കൊക്കെ ഒത്തിരി വ്യത്യാസം വന്നു, നമ്മുടെ ജീവിത രീതിക്ക് വ്യത്യാസം വന്നു. പലപ്പോഴും പറയും പഴയ കാലം, ഗോൾഡൻ ഏജ്. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഇതെല്ലാം മൊബൈൽ ഫോണുകൾ, ഈ നൂതനമായ സാങ്കേതിക വിദ്യകളെല്ലാം കണ്ടുപിടിച്ചത് ഈ 80കളിലും 90കളിലൊക്കെ ജനിച്ചവരും ആ കാലഘട്ടത്തിലുള്ള ആൾക്കാരുമാണ്. അപ്പോൾ അതൊരു ഗോൾഡൻ ഏജ് ആയിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ആഗ്രഹം, അതുമാത്രമല്ല, ഈ ചെറുപ്പകാലത്തേക്ക് തിരിഞ്ഞു പോകാൻ ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാരാണ് മലയാളികൾ. ഒന്നും കൂടെ ആ ചെറുപ്പകാലം, പഴയ കുന്നിൻപുറം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, പഴയ വീട്, പഴയ വീടിൻ്റെ മുറ്റം, ഇതൊക്കെ സ്വപ്നമായിട്ട് കാത്തു സൂക്ഷിക്കുന്നവരാണ്. അപ്പോൾ കർത്താവ് ഒരു അവസരം തരണം, ഒന്നും കൂടെ നീ വന്ന് ജനിച്ചോ,
എന്ന് പറയുമ്പം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുമായിരിക്കും കുറച്ചുകൂടെ നല്ലപോലെ ഞാൻ ജീവിക്കുമായിരുന്നേനെ, ഈ ജീവിതം ശരിയായില്ല, പഠിച്ചപ്പോൾ ഉഴപ്പി, പഠിക്കേണ്ട സമയത്ത് മാവേലെറിഞ്ഞ് നടന്നു, 10ാം ക്ലാസ്സിലൊക്കെ ഉഴപ്പായിരുന്നുകൊണ്ട് നല്ല മാർക്ക് കിട്ടിയില്ല, നല്ല അഡ്മിഷൻ കിട്ടിയില്ല, ഇനി ഒരു ചാൻസും കൂടെ കിട്ടുവാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് പഠിച്ചേനെ, കുറച്ചുകൂടെ നന്നായിട്ട് അധ്വാനിച്ച് ജോലിയൊക്കെ വാങ്ങിച്ചേനെ, കുറച്ചുകൂടെ കാശൊക്കെ ഉണ്ടാക്കിയേനെ, കുറച്ചും കൂടെ നല്ലപോലെ ആലോചിച്ചിട്ട് കല്യാണമെങ്കിലും കഴിച്ചേനെ. ഇത് പക്ഷേ എന്ത് പറയാനാണ്, അങ്ങനൊരു ചാൻസ് ലോകത്തിൽ ആർക്കും കിട്ടുകയില്ല. കാരണം ടൈം എന്ന് പറയുന്നത് എപ്പോഴും മുൻപോട്ട് മാത്രം പോകുന്നൊരു കാര്യമാണ്, അതിന് പുറകോട്ട് പോകാൻ സാധ്യമല്ല. ശാസ്ത്രം പറയുന്നത് അങ്ങനെ തന്നെയാണ്. ടൈം സൃഷ്ടിയോട് കൂടിയാണ് ഉണ്ടാകുന്നത്. ആദിയിൽ എന്ന് പറയുമ്പോഴാണ് സമയം ഉണ്ടാകുന്നത്. ഈ സമയം മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ശാസ്ത്രം അനുസരിച്ച് ബിഗ് ബാങ് എന്ന തിയറി അനുസരിച്ച് ആ മഹാവിസ്ഫോടനം ഉണ്ടാകുമ്പോഴാണ് സമയം ഉണ്ടാകുന്നത്. അതിനുമുമ്പ് സമയമില്ല. ഈ സമയം ഇങ്ങനെ മുമ്പോട്ട് പോയി അവസാനം ഇതെല്ലാം നശിച്ച് തീരുന്നത് വരെ ആ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമെന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീനെ പോലുള്ള ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത്. ബൈബിളിൽ നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഈ ടൈമും പ്രപഞ്ചം എല്ലാം തുടങ്ങി, അതെല്ലാം ഒരു ദിവസം ഈ നമ്മൾ കാണുന്ന ഈ ദൃശ്യപ്രപഞ്ചം ഇല്ലാതായി പോകും. ഇന്ന് ശാസ്ത്രം വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാർ പറയുന്നത് ദൈവമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പതുക്കെ ശാസ്ത്രം വളഞ്ഞു വരും. കാരണം ശാസ്ത്രം ഒരിക്കലും കള്ളമല്ല, അതെപ്പോഴും സത്യം അന്വേഷിക്കാൻ പരിശ്രമിക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് എപ്പോഴെങ്കിലും കറങ്ങിത്തിരിഞ്ഞത് സത്യത്തിലേക്ക് വരും. അപ്പോഴേക്കും ഒത്തിരി പേര് ഈ കള്ളത്തിൽ വിശ്വസിച്ച് മരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ ടൈം എന്ന് പറയുന്നത് മുമ്പോട്ട് മാത്രമേ പോകുള്ളൂ, പുറകോട്ട് പോകില്ലാത്തതുകൊണ്ട് നമുക്ക് ഫിസിക്കലായിട്ട് രണ്ടാമത് ജനിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ആ കാലഘട്ടം ഇനി ഒരിക്കലും വരില്ല. നമ്മൾ എത്ര സ്വപ്നം കണ്ടാലും ആ പഴയ നല്ല കാലം ഇനി വരുമോ? ഒരിക്കലും വരില്ല. നമ്മൾ ഇനിയും കൂടുതൽ വഷളായ ഒരു ലോകത്തിൽ ജീവിക്കുകയുള്ളൂ. കൂടുതൽ സ്വാർത്ഥമായ ഒരു ലോകത്തിൽ നമ്മൾ ഇനി അടുത്ത തലമുറ ജീവിക്കുകയുള്ളൂ. ഇതിലും നല്ലൊരു അന്തരീക്ഷം വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം ദൈവത്തിൻ്റെ ഡിസൈൻ അതല്ല. ദൈവത്തിൻ്റെ ഡിസൈൻ തന്നെ ഈ നിൽക്കുന്ന ഭൂമിയും ഈ ഇന്ന് കാണുന്ന പാപത്താൽ നിറഞ്ഞ പാപത്തിൻ്റെ ശാപമേറ്റ ഈ ഭൂമി അഴിഞ്ഞു പോവുകയും പുതിയതായ ഒന്ന് ദൈവം നൽകുകയും ചെയ്യുന്ന ഒരു കാലം വരാൻ പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഇമ്പ്രൂവ് ചെയ്യാനൊരു പരിപാടി നമ്മൾ ആലോചിക്കുക വേണ്ട. അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ ചാൻസ് ഓഫ് റിക്കവറിങ് ടൈം. അതൊരിക്കലും നമുക്ക് സാധ്യമല്ല. ഇപ്പോൾ നിക്കോദമോസ് ആലോചിച്ച്, ഞാൻ ഒരിക്കൽ കൂടി അമ്മയുടെ വയറ്റിൽ കിടന്ന് ജനിക്കുന്ന കാര്യമാണോ? അതെങ്ങനെ സാധിക്കും? ഐ എം ആൻ ഓൾഡ് മാൻ, ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? അപ്പോൾ കർത്താവ് പറഞ്ഞു, ജഡത്താൽ ജനിച്ച എല്ലാം ജഡമാണ്. നീ അമ്മയുടെ വയറ്റിൽ നിന്ന് 100 പ്രാവശ്യം ജനിച്ചാലും വെളിയിൽ വരുന്ന നിക്കോദമോസ് തന്നെയായിരിക്കും, ഇതേ സ്വഭാവമുള്ള. അപ്പം നമ്മൾ വിചാരിക്കും ഒന്നും കൂടെ ജനിച്ചായിരുന്നെങ്കിൽ. ഇതേ ഉഴപ്പൻ തന്നെയാണ് പിന്നെ ജനിക്കുന്നത്, ഇതേ മടിയൻ തന്നെയാണ് വീണ്ടും ജനിക്കുന്നത്, ഒരു വ്യത്യാസം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നത് ജഡത്താൽ ജനിച്ചതെല്ലാം ജഡമാണ്. ആത്മാവിനാൽ ജനിക്കുന്നത് എങ്ങനെയാണ്? ആത്മാവിൽ ജനിക്കുന്നത് അത് വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ ഈ വെള്ളത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെക്കുറിച്ച് വളരെയധികം തർക്കങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ശരിക്കും ഈ വെള്ളത്താലും ആത്മാവിനാലുള്ള വീണ്ടും ജനനമെന്ന് നമുക്ക് അതേ വാക്യത്തിൽ നിന്ന് തന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരു വേദപുസ്തകം നമ്മൾ ഒരു ഭാഗം വായിക്കുമ്പോൾ അതേ ഭാഗത്ത് തന്നെ അതിൻ്റെ അർത്ഥം ഉണ്ടാകും. അവിടെ നിന്ന് തന്നെ അത് കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം നമ്മൾ വേറെ പാസേജുകളിലേക്ക് നോക്കാൻ. അപ്പം ശരിക്കും എന്താണ് കർത്താവ് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ 9ാം വാക്യത്തിലേക്ക് വരണം. അപ്പോൾ 9ാം വാക്യത്തിൽ പറയുന്നത് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നിക്കോദമോസ് ചോദിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്നത്, നീ യഹൂദന്മാരുടെ ടീച്ചറായിരുന്നിട്ടും ആചാര്യനായിരുന്നിട്ടും നിനക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നാണ്. അതായത് ഈ വീണ്ടും ജനനം എന്ന് പറയുന്ന ഈ കാര്യം എങ്ങനെ സംഭവിക്കുമെന്ന് നിക്കോദമോസ് ചോദിക്കുമ്പോൾ കർത്താവ് പറയാണ്, നീ യഹൂദന്മാരെ എല്ലാം പഠിപ്പിക്കുന്ന ആളായിട്ടും നിനക്കിതെങ്ങനെയാണ് അറിയാതെ പോയത്? ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനോട് ചോദിക്കുകയാണ്, എന്താണ് A+B² എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കൊച്ച് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ചോദിക്കും, 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടും നിനക്കിതിൻ്റെ ഉത്തരം അറിയത്തില്ലേ എന്ന് ചോദിക്കുന്നവരാണ് കർത്താവ് ചോദിച്ചത്, നീ യഹൂദന്മാരുടെ ആചാരനായിരുന്നിട്ടും നിനക്ക് വീണ്ടും ജനനം എന്താണെന്ന് അറിയില്ലേ? അപ്പോൾ അങ്ങനെ കർത്താവ് ചോദിക്കണമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇത് ആ യഹൂദന്മാരുടെ സിലബസിലുണ്ട്, പഴയ നിയമത്തിലുണ്ട്. അതുള്ളത് കൊണ്ടാണ് കർത്താവ് നിക്കോദമോസിന് അങ്ങനെ ചോദിച്ചത്. ഇപ്പോൾ പഴയ നിയമത്തിലെ സിലബസ്, അതായത് ഈ നിക്കോദമോസ് എന്ന് പറയുന്ന ടീച്ചർ അവരെ പഠിപ്പിക്കേണ്ടിയിരുന്ന വളരെ നിർണായകമായ ഒരു പഠിപ്പിക്കലാണ് ശരിക്കും ആ ഭാഗത്ത് കർത്താവ് കോട്ട് ചെയ്യുന്നത്. കർത്താവ് ഒരിക്കലും പുതിയ കാര്യമല്ല പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിലെല്ലാം നിഴലുകളായി കണ്ട കാര്യങ്ങളുടെ പൂർത്തീകരണമാണ് കർത്താവിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ശരിക്കും കർത്താവ് പറഞ്ഞത് പഴയ നിയമത്തിലൊരു കൊട്ടേഷനാണ്.
അതുകൊണ്ടാണ് നിക്കോദെമോസിനോട് ചോദിച്ചത്, നീ യഹൂദന്മാരുടെ ആചാര്യൻ ആയിരുന്നിട്ടും നിനക്ക് എന്തുകൊണ്ടാണ് ഇത് അറിയാതെ പോയത് എന്ന് ചോദിക്കാൻ കാരണം, യഹൂദന്മാരുടെ ഒരു സ്വഭാവം നമ്മുടെ സ്വഭാവം ഏതാണ്ട് ഒരുപോലെയാണ്. ഈ പഠിക്കേണ്ടത് മാത്രം പഠിക്കില്ല, ബാക്കി എല്ലാ കാര്യത്തെക്കുറിച്ചും ഭയങ്കര പഠനമായിരിക്കും. പക്ഷെ എന്താണോ ദ മോസ്റ്റ് എസെൻഷ്യൽ ഡോക്ട്രിൻ, എന്താണോ ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ട്രൂത്ത് എന്നുള്ളത് നമ്മൾ പഠിക്കില്ല. അതാണ് ഈ നിക്കോദെമോസിന് സംഭവിച്ചത്. അവർ ഓരോ വചനത്തിൻ്റെയും വള്ളി കീറി പഠിക്കുമ്പോഴും ഈ എസെൻഷ്യൽ ഡോക്ട്രിൻ വിട്ടുപോയിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ് ഇസ്രായേൽ മക്കൾ ചെയ്യുന്നത്. അവരോട് ഈ 53-ാമത്തെ യെശയ്യാ പ്രവാചകൻ്റെ 53 പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തതേ ഇല്ല. അവർ എല്ലാ വചനം അറിയാം, പക്ഷേ ഈ പറയേണ്ട രീതിയിൽ മനസ്സിലാക്കിയില്ല, വായിക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയില്ല, വേണ്ടത് പഠിപ്പിക്കുകയില്ല. ഇത് അന്നത്തെയും ഒരു പ്രോബ്ലമാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞ കൊട്ടേഷൻ എവിടെ നിന്നാണ്? അത് യെഹെസ്കേലിൻ്റെ പ്രവചനത്തിൽ നിന്നാണ്. യെഹെസ്കേലിൻ്റെ പ്രവചനം 36-ാം അധ്യായത്തിൻ്റെ 25, 26, 27 വാക്യങ്ങളാണ്. യെഹെസ്കേലിൻ്റെ പ്രവചനം 36-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം വായിക്കാമോ? യെഹെസ്കേൽ 36:25. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. അപ്പം ജലം എവിടെ നിന്ന് വരുന്നതാണ്? സ്വർഗത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പം ദൈവം ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്, അപ്പം മനുഷ്യർ ചെയ്യുന്നൊരു കാര്യമല്ല അത്. ദൈവം നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ വെള്ളം എന്തിനു വേണ്ടി അവിടെ അയക്കുന്നത്? ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. അടുത്ത വാക്യം, ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി, ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. അപ്പോൾ ഒരു മനുഷ്യൻ വളർന്നു വരുമ്പോൾ അവന് പാപം മൂലമുണ്ടാകുന്ന മലിനത, ഈ മലിനത, അതുപോലെ അവൻ്റെ ഉള്ളിൽ ഉണ്ടായി വരുന്ന വിഗ്രഹങ്ങൾ, എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ വിഗ്രഹങ്ങളുണ്ട്. ദൈവത്തിന് ക്രോധമുണ്ടാക്കുന്ന വിഗ്രഹങ്ങൾ. അത് വെളിയിലല്ല ഇരിക്കുന്നത്, അത് വലിയൊരു പങ്കും അകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. വെളിയിലുണ്ട് ഇഷ്ടം പോലെ, പക്ഷെ അകത്താണ്. ഈ അകത്തെ വിഗ്രഹങ്ങൾ പോകണമെങ്കിൽ ഉയരത്തിൽ നിന്ന് തന്നെ വെള്ളം വീഴണം. ദൈവം തന്നെ ശുദ്ധീകരിക്കാതെ അത് പോവില്ല. അത് മുറുകെ പറ്റുന്ന, നമുക്ക് വളരെ സ്നേഹമുള്ള മുറുകെ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഈ വിഗ്രഹങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ സകല മലിനതകളെയും വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ ശുദ്ധീകരിക്കും. അപ്പോൾ ഈ വെള്ളം എന്തിനു വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ മനുഷ്യൻ, അതായത് നമ്മൾ പാപത്തിൽ ജീവിച്ച ആ പഴയ മനുഷ്യൻ്റെ പഴയ ജഡസ്വഭാവത്തെ നീക്കുന്നതിന്. തിത്തോസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ വീണ്ടും ജനിച്ച എങ്ങനെയാണ്? പുനർജനന സ്നാനത്താലും നിങ്ങളുടെ മേൽ കർത്താവ് പകർന്ന ധാരാളമായി പകർന്ന ആത്മാവിൻ്റെ നവീകരണത്താലുമാണ് നിങ്ങൾ വീണ്ടും ജനിച്ചത്. അപ്പോൾ ഈ വീണ്ടും ജനനത്തിന് വേണ്ടിയുള്ള ഒരു സ്നാനം, ഈ സ്നാനം എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുന്ന കറക്റ്റ് അല്ല, കാരണം ഇത് ഉയരത്തിൽ നിന്ന് നമ്മൾ ചെയ്യുന്നൊരു കാര്യമല്ല ഇത്. ദിസ് ഈസ് റിയലി വാട്ട് ഗോഡ് ഈസ് ഡൂയിങ്. കാരണം റീജനറേഷൻ നമ്മുടെ പ്രവൃത്തിയല്ല, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഈ വെള്ളവും ആത്മാവും നമ്മുടെ മേൽ പകരുന്നത് ദൈവമാണ്. ഇറ്റ്സ് എ ക്ലെൻസിങ്, ഡൈയിങ് ഓഫ് ദ ഓൾഡ് ഫ്ലഷ്. ആ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും ഒന്നിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. ആ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുമ്പോഴാണ് പുതിയ മനുഷ്യൻ ജീവിക്കുന്നത്. നിക്കോദെമോസിന് ഒരേ സമയത്ത് പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും ആയിരിക്കാൻ പറ്റത്തില്ല. ആ പഴയത് പോകണമെങ്കിൽ അവൻ വിചാരിച്ചാലും അത് പോവുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് അതിനെ ഉയരത്തിൽ നിന്നുള്ള ഒരു ശുദ്ധീകരണമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഉയരത്തിൽ നിന്നുള്ള ശുദ്ധീകരണം സംഭവിക്കുമ്പോൾ എന്തു പറ്റും? നമ്മുടെ ഉള്ളിലുള്ള വിഗ്രഹങ്ങൾ നീക്കപ്പെടും. എന്തൊക്കെയാണത്? നമുക്കറിയാം, ഈ ലോകത്തിൽ ഏറ്റവും എസെൻഷ്യലായിട്ട് നമ്മൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് പണമാണ്. പണം ഭയങ്കര ശക്തിയുള്ള ഒരു ഐഡലാണ്. നമ്മൾ ഈ ലോകത്ത് പ്രാർത്ഥിക്കുന്നത് പോലും പണത്തിന് വേണ്ടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു മാസം, ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കോട്ടയത്ത് ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ 865 രൂപയാണ് എനിക്കൊരു മാസത്തെ ബില്ല്. അപ്പോൾ എൻ്റെ പിതാവ് എല്ലാ മാസവും 1000 രൂപ മണി ഓർഡർ അയക്കും. അന്ന് മണി ഓർഡർ ഉള്ളൂ, ഗൂഗിൾ പേ ഒന്നുമില്ല. ഇപ്പം മണി ഓർഡർ വരാൻ നോക്കിയിരിക്കും. ഒരു 4-5 ദിവസം എടുക്കും മണി ഓർഡർ വരുമ്പോൾ. മണി ഓർഡർ എടുത്ത് പോക്കറ്റിലിട്ട് ഈ 5 രൂപ ഈ കൊണ്ടുവന്ന പോസ്റ്റ്മാന് കൊടുത്തിട്ട് പറയും താങ്ക് യു. കാരണം എന്താ, അടുത്ത പ്രാവശ്യം മുടങ്ങാതെ കൃത്യസമയത്ത് ഇത് പുള്ളി എത്തിക്കും. കാരണം അന്ന് 5 രൂപയ്ക്കൊക്കെ നല്ല വിലയാണ്. ഇതുപോലെയാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്. കാശ് തരുന്ന, അനുഗ്രഹം തരുന്നു, അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ദൈവത്തിന് കൊടുത്തിട്ട് താങ്ക് യു എന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് സ്നേഹം പോസ്റ്റ്മാനോടാണോ ഈ വരുന്ന പൈസയോടാണോ? തീർച്ചയായിട്ടും പോസ്റ്റ്മാനോട് എനിക്കൊരു ബന്ധമില്ല. എൻ്റെ ബന്ധം ആ വരുന്ന പണമാണ് എനിക്ക് പ്രധാനം. ഇന്ന് പണം എന്ന വിഗ്രഹം, എന്തുകൊണ്ടാണ് ദൈവത്തോട് ഇത്ര സ്നേഹമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാമോനെ കൊണ്ടുതരുന്ന ദൈവമാണ്. അപ്പോൾ പണം എന്ന വിഗ്രഹത്തെ നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു കളയുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചാൽ അത് അസാധ്യമാണ്. കാരണം
എപ്പോഴും ഈ ആകുല ചിന്ത, നാളെ എന്ത് ചെയ്യും, അടുത്ത വർഷം എന്ത് ചെയ്യും, മക്കൾ എന്ത് ചെയ്യും, മക്കളുടെ മക്കൾ എന്ത് ചെയ്യും. ഈ ആകുല ചിന്ത തൂത്ത് കളയാൻ മനുഷ്യന് പറ്റത്തില്ല. അതുകൊണ്ട് അവൻ എപ്പോഴും, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്ത് തിന്നുമെന്ന് എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ ജീവനായിക്കൊണ്ടോ എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ട് വിചാരപ്പെടരുത്, ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. ഈ വാക്യത്തിന് തൊട്ട് മുമ്പുള്ള വാക്യം എന്താണെന്നറിയാം? 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയുകയില്ല. എന്നിട്ട് പറയാം, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് വിചാരപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ഈ രണ്ടാമത്തെ ഇത് മാമോനെ സേവിക്കും. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ മാമോൻ എന്ന് പറയുന്നത്. ഈവൻ പ്രസംഗങ്ങൾ പോലും, ഈവൻ ശുശ്രൂഷകൾ പോലും ഇന്ന് ഇറ്റ്സ് ഡിഫൈൻഡ് ബൈ മണി. അപ്പോൾ ഇതെല്ലാം ഈ പണം നമ്മളെ ശുശ്രൂഷയെ, സുവിശേഷത്തെ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, സഭകളെ എല്ലാം ഗ്രസിച്ചിരിക്കുന്ന ഒരു മഹാവിഗ്രഹമാണ് ഈ പണം എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇന്ന് കാണുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവരെ ആർക്കും ബഹുമാനമില്ല. വിദ്യാഭ്യാസം നല്ല കാര്യമാണ്, പക്ഷെ അതിനകത്തൊരു ഗ്ലോറി കൊടുക്കുമ്പം അതെല്ലാം വിഗ്രഹമായിട്ട് മാറും. നമ്മളൊരാളുടെ വർത്ത് കണക്കൂട്ടുന്നത് എങ്ങനെയാണ്? ആ വർത്ത് കണക്കൂട്ടുന്ന അയാൾക്കുള്ള പണം, അയാൾക്കുള്ള വിദ്യാഭ്യാസം, അയാൾക്കുള്ള സൗന്ദര്യം, പിന്നെ എന്താ പറയുന്നത്, ജാതി, മതം, പഴയ ബാക്ക്ഗ്രൗണ്ട്, പാരമ്പര്യം, ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മളൊരു ഒരാൾക്ക് വിലയിടുന്നത്. അല്ലെങ്കിൽ സൗന്ദര്യം, അല്ലെ കഴിവുകൾ, അല്ലേ? ഇതൊക്കെ മാനുഷികമാണ്. ഈ മനുഷ്യരുടെ ആ ഒരു ലെവലിൽ വെച്ചാണ് നമ്മൾ ഈ മാർക്ക് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഈ വക കാര്യങ്ങളെയാണ്, ഈ ജഡജീവിതം, ഈ പുറമേയുള്ള മനുഷ്യൻ്റെ ജീവിതം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളെ, അതായത് ഇതിനെ നമ്മൾ ഒടിച്ചു കളയാന്ന് പറയുന്നത് സാധ്യമല്ല. അത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഏറ്റവും വലിയ വിഗ്രഹം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. എന്നെ ആൾക്കാർ ബഹുമാനിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുകഴ്ത്തി പറയുമ്പോൾ ഞാൻ പറയാം, എന്നെ പുകഴ്ത്തി ഒന്നും പറയേണ്ട കേട്ടോ എന്ന് പറഞ്ഞാലും ഈ പുകഴ്ത്തി പറയുന്നവരുടെ എന്താണെന്നറിയില്ല, ഒരു സ്നേഹമാണ്. അതങ്ങനെയാണത്. കാരണം അതുകൊണ്ടാണ് ഈ പേരും എന്താ പോസ്റ്ററിൽ ശരിക്കും പേരുണ്ടോ ഫോട്ടോ ഉണ്ടോ എന്നൊക്കെ നമ്മൾ എടുത്ത് നോക്കാൻ കാരണം, ഈ നമ്മളെന്ന വിഗ്രഹത്തെ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടാണ്. ഞാനെന്ന് പറയുന്ന സാധനം, ഇതെല്ലാം കൂടെ കളയുക. ഉയർത്തിന്ന് ദൈവം ചെയ്യുന്ന ശുദ്ധീകരണം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കൂടെ എങ്ങനെ പോകുന്നു? ഇത് മരണത്താലല്ലാതെ പോവില്ല. അതുകൊണ്ടാണ് നമ്മളെ നന്നാക്കാൻ ദൈവം പരിശ്രമിക്കുകയല്ല ചെയ്യുന്നത്, നമ്മുടെ പഴയ മനുഷ്യനെ ക്രൂശിക്കുകയാണ് കർത്താവ് ചെയ്യുന്നത്. വി ആർ ക്രൂസിഫൈഡ് വിത്ത് ഹിം ഓൺ ദ ക്രോസ്. അതല്ലാതെ ഇതിനെ നന്നാക്കാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കുന്നു ഈ ഉപവാസ പ്രാർത്ഥനയോടെ ഞാൻ നന്നാവും, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നന്നാവും. ഒരിക്കലും മനുഷ്യന് നന്നാവാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ജഡമാണ്, പാപത്തിൽ വസിക്കുന്നവനാണ്. എന്താണ് ഈ പാപം എന്ന് കൂടെ ഞാൻ പറയാം. ഇപ്പോൾ പല ആൾക്കാരും പറയും, എന്തിനാണ് ഞങ്ങളോട് ഇതൊക്കെ പറയുന്നത്, ഞങ്ങൾ ചെറുപ്പം തൊട്ടേ പാപം ചെയ്യാതെ ഡീസൻ്റായിട്ട് ജീവിക്കുന്നവരാണ്, നിങ്ങൾ ഒത്തിരി പാപികൾ റോഡിലുണ്ടല്ലോ അവരോട് പറയാം. പക്ഷെ 2 കാര്യങ്ങൾ ഈ പാപത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയേണ്ടതുണ്ട്. അത് പറഞ്ഞാലേ സുവിശേഷം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം ഏദൻ തോട്ടത്തിൽ സംഭവിച്ച കാര്യമാണ്. എന്താണ് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്? ദൈവം അവിടെ മനുഷ്യനെ സൃഷ്ടിച്ചു, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, ജീവശ്വാസം ഊതി അവൻ ജീവനുള്ളൊരു ദേഹിയായി മാറി. അപ്പോൾ നമുക്കറിയാം, ഒരു മനുഷ്യന് ശരീരമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. ഈ ദേഹിയും ആത്മാവും, ദേഹി എന്ന് പറയുന്ന മൈൻഡാണ്. നമുക്കെല്ലാവർക്കും ഒരു മൈൻഡുണ്ട്. അത് കൂടാതെ ദൈവത്തെ അറിയാൻ നമുക്ക് ആത്മാവുണ്ട്. പക്ഷെ കർത്താവ് അവരോട് പറഞ്ഞു, ഈ തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നാൽ, അതായത് നന്മ തിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നാൽ നീ മരിക്കും. ഇപ്പോൾ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന പഴം അവർക്ക് വിലക്കി. അപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ നന്മ തിന്മകളെ തിരിച്ചറിയുന്ന ഫലം എന്തിനാണ് വിലക്കുന്നത്? അതൊരു നല്ല സാധനമല്ലേ? നമുക്കെല്ലാവർക്കും നന്മ തിന്മകൾ അറിയണമെന്ന് ആഗ്രഹമില്ലേ? ഒരു കുഞ്ഞുണ്ടായി വളർന്നു വരുമ്പോൾ ആ കുഞ്ഞിന് നന്മയും തിന്മയും തിരിച്ചറിയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു മരം ഉണ്ടായിരുന്നെങ്കിൽ ഒരു 2-3 വയസ്സാകുമ്പോഴെങ്കിലും ആ കൊച്ചിന് ആ പഴം എത്രയും പെട്ടെന്ന് പറിച്ചു കൊടുത്താൽ ആ കുഞ്ഞ് സമാധാനമായിട്ട് എതിരിട്ട് നടന്നോളൂല്ലേ? നമുക്ക് അതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ദൈവം എന്തുകൊണ്ടാണ് അവരോട് ഈ നന്മ തിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞതെന്നുള്ളതിനകത്തൊരു കാരണമുണ്ട്. നന്മ തിന്മകൾ തിരിച്ചറിയുന്നത് വരെ ഒരു കുഞ്ഞ് തന്നെയല്ല ജീവിക്കുന്നത്, അത് അമ്മയുടെ അപ്പൻ്റെ കൺട്രോളിലാണ് ജീവിക്കുന്നത്. അമ്മ പറയാതെ ആ കുഞ്ഞിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അമ്മ ആഹാരം കൊടുക്കാതെ കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനൊരു ഭയങ്കര ആശ്രയത്വമാണ് ഈ നന്മ തിന്മകൾ തിരിച്ചറിയുന്നതിന് മുൻപ് കൊച്ചിനുള്ളത്. അപ്പം എന്താ നന്മ തിന്മ എന്ന് തീരുമാനിക്കുന്ന കൊച്ചല്ല, അവൻ്റെ അമ്മയാണ്, അല്ല അവൻ്റെ അപ്പനാണ് തീരുമാനിക്കുന്നത് എന്താണ് നന്മ തിന്മ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ഏദൻ തോട്ടത്തിൽ നമ്മൾ ഇരിക്കുമായിരുന്നെങ്കിൽ എന്താ നന്മ എന്താ തിന്മ എന്നൊക്കെ തീരുമാനിക്കുന്ന ആരായിരിക്കും? ദൈവമായിരിക്കും. കാരണം എനിക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല. അപ്പോൾ അമ്മ എടുത്തുകൊണ്ട് നടക്കുന്ന പ്രായത്തിൽ ഏത് ആഹാരമാണ് നല്ലത്, ഇന്ന് എന്താ ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത്, ഏത് വസ്ത്രമാണ് ധരിക്കുന്നത്, ഇതൊന്നും കൊച്ചറിയേണ്ട കാര്യമില്ല. കാരണം എന്താണ്? അവന് നന്മയും തിന്മയും അറിയത്തില്ല. നന്മയും തിന്മയും അറിയാവുന്ന ആർക്കാ?
ഇവനെ എടുത്തുകൊണ്ട് നടക്കുന്ന ആൾക്കാണ്. അപ്പോൾ ആദം നന്മയും തിന്മയും അറിയണ്ട, ഞാൻ നിന്നെ പരിപാലിച്ചോളാം, ഞാൻ നിന്റെ കൂടെ നടന്നോളാം, ഞാൻ എന്ത് പറയുന്നു അതാണ് നിനക്ക് നന്മ, അതുകൊണ്ട് നീ പ്രത്യേകിച്ച് ഇത് അറിയണ്ട. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, എല്ലാറ്റിലും നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നവരായിട്ട് മാറും. കാരണം നമുക്ക് സ്വന്തമായിട്ടൊന്നും അറിയാൻ വയ്യാത്തതുകൊണ്ട് നമുക്ക് എന്തിനും ദൈവം വേണം. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ആ പഴം എൻ്റെ ഉള്ളിൽ ഇല്ലായിരുന്നെങ്കിൽ, ഈ നന്മ തിന്മകൾ എനിക്ക് അറിയില്ലായിരുന്നെങ്കിൽ, അടുത്ത വാക്യം പറയാൻ എനിക്ക് ദൈവം വേണം. ഇല്ല, എനിക്ക് പറയാൻ പറ്റില്ല. കാരണം രാവിലെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് കർത്താവ് പറയണം, ഏതാ നന്മയെന്ന് കർത്താവ് പറയണം. അത്രയും ഭയങ്കര ഒരു ആശ്രയമായിരുന്നു. നമുക്കറിയാം, ഈ ലോകത്തിൽ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞ് വളർന്നു വരുമ്പം അവൻ സ്വന്തം കാലിൽ നിൽക്കുമ്പോഴാണ് അവൻ വളർന്നു നമ്മൾ പറയുന്നത്. പക്വത പ്രാപിച്ചു. ഒരു 35 വയസ്സായിട്ടും പപ്പ ഞാനൊരു 5 രൂപയുടെ ചോക്ലേറ്റ് വാങ്ങിച്ചോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വളർന്നില്ലല്ലോ, ഇല്ല. അവൻ ജോലിയൊക്കെ ചെയ്ത് കല്യാണമൊക്കെ കഴിച്ച് ഇഷ്ടംപോലെ കാശൊക്കെ ഉണ്ടാക്കി അപ്പനൊരു ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന്, അല്ലെങ്കിൽ ഡ്രസ്സൊന്നും പോരാ ഇന്നല്ലേ, ഇത്തിരി വില കൂടി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുക്കുമ്പോഴാണ് പറയുന്നത് എൻ്റെ മക്കൾ വളർന്നു. പക്ഷെ ദൈവം നേരെ തിരിച്ചാണ്. ദൈവം നോക്കുമ്പോൾ ഒരുത്തൻ വളരുന്ന എപ്പോഴാണെന്നറിയോ? ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവൻ വരുമ്പോഴാണ്. കർത്താവിൽ പൂർണ്ണമായിട്ട് അവന് വേറൊന്നും സ്വന്തമായി ചെയ്യാൻ അറിയത്തില്ല. കർത്താവെ നീ എന്ത്, ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ശരിക്കും വളർന്ന ഒരാളാണെങ്കിൽ, ആണോ അല്ലോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, അല്ലാതിരിക്കാനാണ് സാധ്യത കൂടുതൽ. ആണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയണമെങ്കിൽ എന്ത് പറയണമെങ്കിലും ദൈവം എന്നോട് പറയണം. അപ്പം അത്രയും വളരുക എന്ന് പറയുന്നതാണ് ഈ ശരിക്കും ടോട്ടലി ദൈവത്തെ ആശ്രയിക്കുക എന്ന് പറയുന്നതാണ് ഈ ക്രിസ്തീയ വളർച്ച എന്ന് പറയുന്നത്. അപ്പം സാത്താൻ വന്ന് ഇവനോട് പറഞ്ഞാൽ എന്നറിയോ? എടാ നീ വിഷമിക്കണ്ട, നീ ഇങ്ങനെ അടിമയായിരിക്കുന്നത് ശരിയല്ല. നിനക്ക് നന്മയും തിന്മയും അറിയാമെങ്കിൽ പിന്നെ ദൈവം എന്തിനാ? നീ ഒരു ദൈവമായിട്ട് മാറുമല്ലേ. അപ്പം നിനക്ക് തന്നെ തീരുമാനിക്കാം എന്ത് കഴിക്കണം, എന്തൊടുക്കണം, എവിടെ പോകണം, എന്ത് ചെയ്യണം എന്നെല്ലാം നിനക്ക് തന്നെ തീരുമാനിക്കാമെങ്കിൽ നിനക്ക് തന്നെ ദൈവത്തെ പോലെ ന്യായം വിധിക്കാം, ആൾക്കാരെ കുറ്റം വിധിക്കാം. അവൻ ശരിയല്ല ഇവൻ ശരിയല്ല എന്ന് ദൈവം പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. നിനക്ക് തന്നെ ജഡ്ജ്മെന്റ് പാസ് ചെയ്യാം, നിനക്ക് തന്നെ തീരുമാനിക്കാം ഏതാണ് നല്ലത് ഏതാണ് ചീത്ത. ആദം പറഞ്ഞു നിന്നെ ഞാൻ ദൈവത്തെ പോലെ, സാത്താൻ പറഞ്ഞു നിന്നെ ഞാൻ ഈ പഴം തിറ്റി ദൈവത്തെ പോലെ ആക്കാം. ഇപ്പൊ പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് സാത്താനും ദൈവവും തമ്മിലാണ് കോൺഫ്ലിക്റ്റ് എന്നാണ്. ഈ സാത്താനും ദൈവവും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല. കാരണം സാത്താൻ ഒരിക്കലും ദൈവത്തിന് മുമ്പിൽ നിവർന്ന് നിൽക്കാനൊന്നും പറ്റില്ല. അവനോട് ഇവിടെ വാടാന്ന് പറഞ്ഞാൽ അവൻ വന്നേ പറ്റൂ, പോടാന്ന് പറഞ്ഞാൽ പോയേ പറ്റൂ. അത്രയും പവറേ സാത്താനുള്ളൂ. പക്ഷേ ഈ ലോകത്തിൽ നിങ്ങൾ ലോകത്തിലുള്ള എന്ത് സാധനവും, അത് ജീവനുള്ളതായാലും ജീവനില്ലാത്തതായാലും ദൈവം പറഞ്ഞനുസരിക്കും. അത് മഴയോട് കൽപ്പിച്ചാലും കടലിനോട് കൽപ്പിച്ചാലും നമുക്കറിയാം, വചനത്തിൽ അങ്ങനെയല്ല എഴുതിയിട്ടുണ്ട്. കഴുതയോട് കൽപ്പിച്ചാൽ കഴുത സംസാരിക്കും. പക്ഷേ കൽപ്പിച്ചാൽ അനുസരിക്കാത്ത ഒരേ ഒരു സാധനം അത് മനുഷ്യനാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ കർത്താവിൻ്റെ സ്വരൂപത്തിലും സദൃശത്തിലും സൃഷ്ടിക്കുകയും അവൻ നന്മ തിന്മകളുടെ ഫലം തിന്ന് ദൈവത്തിൻ്റെ ഒരു റിബലായി മാറുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ പാപം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള പ്രകൃതമാണ്, ആദാമ്യ പ്രകൃതം, ദൈവത്തോടുള്ള റിബല്യൻ, ദൈവത്തെ ആവശ്യമില്ലാത്ത അവസ്ഥ. അതായത് ഞാൻ തന്നെ എനിക്ക് രാജാവായിരിക്കുന്ന അവസ്ഥ, ഞാൻ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവസ്ഥ, ഞാൻ തന്നെ മനുഷ്യരെ വിധിക്കുന്ന അവസ്ഥ. ആദമിനോടൊന്ന് കർത്താവ് ചോദിക്കുകയാണ്. ഞാൻ ആദ്യമൊക്കെ ആലോചിക്കുമായിരുന്നു ചെറുപ്പത്തിലെ, ഈ ആദമും ഹവ്വയൊക്കെ ഒരൊറ്റ പാവമല്ലേ ചെയ്തുള്ളൂ, എന്തിനാണ് അവരെ ഇങ്ങനെ ശിക്ഷിച്ചത്? നമ്മളാണെങ്കിൽ നമ്മുടെ പിള്ളേർ എന്തോരം തെറ്റ് ചെയ്യുന്നു, ഞങ്ങൾ എന്തോരം തെറ്റ് ചെയ്യുന്നുണ്ട്, അപ്പനമ്മയെ ഉപേക്ഷിച്ചോ? ഇല്ല. ഇതിപ്പോൾ എങ്ങനെയാ? ഒരു തെറ്റ് ചെയ്തപ്പോഴേക്കും ആളെ വെളിയിൽ വിട്ടിട്ട് ഇനി മേലാ വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞ് 2 ദൂതന്മാരെ, നമുക്ക് വേണ്ട 2 പോലീസുകാരെ നിർത്തിയെന്ന് പറയാം അല്ലേ, പാറാവുകാരെ നിർത്തി. ഇവനെ എന്ത് സ്നേഹമാണ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, ഈ ആദം എന്തുകൊണ്ടാണ് ദൈവത്തോട് ഒരു വാക്ക് സോറി പറയാഞ്ഞത്? നിങ്ങളത് ആലോചിച്ചിട്ടുണ്ടോ? കർത്താവേ നീ എന്നോട് തിന്നരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിന്നുപോയി, എന്നോട് ക്ഷമിക്കണേ എന്ന് എന്താ പറയാഞ്ഞെന്നറിയോ? എന്താ പറയാഞ്ഞത്? അവൻ നോക്കുമ്പോൾ അവൻ്റെ പാവമാണ് ന്യായം. അവൻ സമാധാനമായിട്ട് ആ തോട്ടത്തിൽ ഇരിക്കുമായിരുന്നു. അന്നേരമാണ് കർത്താവ് പറഞ്ഞു ഇവൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നല്ലതല്ലെന്ന്. എന്നിട്ട് അവൻ്റെ വായിൽ നിന്നൊരു ഹവ്വ ഉണ്ടാക്കി കൊടുത്തപ്പം കുറച്ചും കൂടെ നല്ലൊരു ഹവ്വ ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ ഈ കഷ്ടം സംഭവിക്കുമായിരുന്നോ? ആദം പറിച്ച് തിന്നാൻ പോകുമ്പോൾ ഹവ്വ ഓർപ്പിക്കുന്ന ഹവ്വമാരുണ്ടല്ലോ, അയ്യോ ചെയ്യരുത് എന്ന് ഓർപ്പിക്കുന്ന ഒരു ഹവ്വയാണ് ആദമിന് കിട്ടിയായിരുന്നെങ്കിൽ ആദം തെറ്റ് ചെയ്യുമായിരുന്നോ? ഇപ്പം നിങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ തോന്നുന്നില്ലേ അവൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന്? ഇല്ലേ? ഇതാണ് മനുഷ്യൻ്റെ പരിപാടി. അവൻ 4 ആലോചന ആലോചിച്ച് കഴിയുമ്പോഴേക്കും അവൻ്റെ ഭാഗം ന്യായമായി മാറും. അവൻ ദൈവത്തോട് പറഞ്ഞാലെന്നറിയോ, അതിന് എൻ്റെ കുഴപ്പമൊന്നും പറയാൻ പറ്റില്ല. നീ എനിക്ക് തന്ന ഭാര്യ എനിക്ക് തന്നാൽ ഞാൻ തിന്നാതിരിക്കുന്നത് ശരിയാണോ? നീയല്ലേ കൊണ്ട് തന്നത്. അപ്പൊ ആരുടെ തെറ്റാ? ദൈവത്തിൻ്റെ തെറ്റാ. ഹവ്വയോട് ചോദിച്ചപ്പോൾ ഹവ്വ പറഞ്ഞു, ഹവ്വയും ഏറ്റില്ല, സ്വന്തം തെറ്റേറ്റില്ല. ഹവ്വ പറഞ്ഞത് സാത്താൻ്റെ പ്രശ്നമാണ്. ഇന്ന് നമ്മളങ്ങനെ പറയാറുണ്ട്, പിശാച് ഒപ്പിച്ചതാണ്, നമ്മൾ ഒപ്പിക്കുന്നതാ.
ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്തതല്ലാതെ ഇവരാരും പറഞ്ഞില്ല നീ തിന്നരുതെന്ന് പറഞ്ഞ പഴം തിന്നുപോയി ക്ഷമിക്കണം. എന്തുകൊണ്ടാണ് പറയാഞ്ഞെന്നറിയോ? അങ്ങനൊരു മാനസാന്തരം അവർക്ക് ഉണ്ടാകുന്നതിൽ നിന്നും അവരെ തടഞ്ഞത് അവരുടെ തെറ്റായ നീതിബോധമാണ്, മനുഷ്യനീതി, ഹ്യൂമൻ റൈച്ചസ്നെസ്. അതിന് വേറൊരു ഭാഷയെ പറഞ്ഞാൽ മനുഷ്യ മതം. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെ ചെയ്തല്ലോ, ഇത്രയും ഉപവസിച്ചല്ലോ, ഇത്രയും പ്രാർത്ഥിച്ചല്ലോ, അപ്പം എനിക്ക് എൻ്റെ പാപങ്ങളെ മറയ്ക്കാൻ ഈ മതം ഒരു നല്ല മേലങ്കിയാണ്. അപ്പം ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന ഹിഡൻ പാപങ്ങളെ മറച്ചു പിടിക്കാൻ വേണ്ടി ദീർഘമായി പ്രാർത്ഥിക്കുന്നു. ഇതിനെ കർത്താവ് കപടഭക്തി എന്ന് പറഞ്ഞത്. അതായത് റിലീജിയൻ ഈസ് എ കവറിങ് ഫോർ അവർ സിൻഫുൾ നേച്ചർ. നമ്മളിപ്പോഴും റിലീജിയനെ, ഈ മതത്തെ കാണേണ്ടത് അങ്ങനെയാണ്. അതായത് നമ്മുടെ ഇല്ലായ്മകളെ, നമ്മുടെ പാപത്തെ ഓർത്തൊരിക്കലും അനുദപിക്കാതിരിക്കാൻ തക്കവണ്ണം ഈ മതം നമ്മളെ സ്വയനീതിയിൽ പൂട്ടിക്കളയും. അതായത് നീ എത്ര നല്ല മനുഷ്യനാണ്, നീ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചവനാണ്, നീ എത്ര നേരം ബൈബിൾ വായിക്കുന്നത്, നിന്നെപ്പോലെ ഭക്തനായ ആരുള്ളൂ. അത് വീട്ടിൽ നല്ല വഴക്കുണ്ടാക്കിയിട്ടായിരിക്കും, ചിലപ്പോൾ ഭാര്യയുടെ പുറത്തുനിന്ന് നല്ല അടി കൊടുത്തിട്ടായിരിക്കും ഇത് വായിക്കുന്നത്. പക്ഷെ വായിച്ചു കഴിയുമ്പോഴേക്കും ഞാൻ സ്വയം പറയുകയാണ് ഐ ആം ബെറ്റർ, ഞാൻ നന്നായി, ഞാൻ അവളുടെ അത്രയും മോശമല്ല. ഈ കമ്പാരറ്റീവ് റിലീജിയൻ, അതായത് അവനേക്കാൾ ഭേദം ഞാനാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു പാപാവസ്ഥ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന്, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നും ഒരു തീരുമാനമെടുത്ത് മാറ്റാൻ സാധ്യമല്ല. ഒരു ജലദോഷം വന്നാൽ പോലും നമുക്ക് തീരുമാനം എടുത്തിട്ട് പോന്ന് പറയാൻ പറ്റത്തില്ല. അന്നേരമാണ് ഇത്രയും വലിയ പാപം നമ്മൾ എന്താ പറയുന്നത്, പോട്ടെ ഇനി മേലെ പാപം ചെയ്യൂല എന്നൊക്കെ പറഞ്ഞ് ധൈര്യത്തിൽ ഇരിക്കാന്നേ ഉള്ളൂ. പക്ഷേ ഈ പാപ സ്വഭാവം നമ്മളിൽ നിന്ന് പോവുകയില്ല. കാരണം അതങ്ങനെ തൂത്ത് കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല, നമ്മുടെ പ്രകൃതം തന്നെയാണ്. ഇത് ആത്മാർത്ഥമായിട്ട് ഇത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാ ഹൃദയത്തിൽ, ഇനി വേറെ ലളിതമായിട്ട് ഇത് പറയാം, നമ്മുടെ ഹൃദയത്തിലൂടെ പോകുന്ന ചിന്തകളെല്ലാം നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്ക് വായിക്കാൻ പറ്റുവാണെങ്കിൽ അവർ നമ്മളെ ശരിക്കും സ്നേഹിക്കുമോ? സ്നേഹിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ദൈവത്തിൻ്റെ കൃപയാൽ അതിൻ്റെ മെഷീൻ മാത്രം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ഉടനെ വരും. കാരണം ഈ മുഖം നോക്കിയിട്ട്, എക്സ്പ്രഷൻസ് നോക്കിയിട്ട് പലതും പറയാൻ പറ്റുന്ന മെഷീൻസ് വരും. അപ്പോൾ നമ്മൾ വെച്ചുകൊണ്ട് നടക്കുന്ന കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മുമ്പിലിരിക്കുന്നവൻ്റെ രഹസ്യങ്ങൾ വരെ മനസ്സിലാക്കാം. അതിനു മുമ്പ് കർത്താവ് വന്നാൽ മതിയായിരുന്നു. കാരണം ഇവിടെ മുഴുവൻ അടിപിടിയായിരിക്കും. നിൻ്റെ മനസ്സിലിരിപ്പോൾ എനിക്ക് അറിയാമടാന്ന് പറഞ്ഞ് ഒരുത്തും തുടങ്ങിയാൽ പോരെ. ഏതായാലും അത് അറിയാത്തിടത്തോളം കാലം നമ്മൾ നല്ലവരാണ്, നമ്മൾ മാന്യരാണ്. നമ്മുടെ ആൾക്കാരെ കാണുമ്പോൾ ചിരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, എത്ര നാളായി കണ്ടിട്ടും ചോദിക്കുന്നു, അല്ലേ, വീട്ടിൽ വരണം എന്ന് പറയുന്നു, ആഹാരം കഴിക്കണമെന്ന് പറയുന്നു, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് കള്ളം പറയുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ പിടിച്ച് നിൽക്കുവാണ്. പക്ഷെ നമ്മുടെ ഹൃദയത്തിലൂടെ പോകുന്ന എന്താണെന്ന് ദൈവത്തിന് മാത്രം അറിയുള്ളൂ. ഒരു മനുഷ്യനും, നമ്മുടെ അടുത്തിരിക്കുന്ന മനുഷ്യന് പോയിട്ട് എനിക്ക് പോലും അറിയില്ല എൻ്റെ ചിന്തകൾ എവിടെ നിന്ന് തുടങ്ങുന്നു, എവിടെ തീരുന്നു. എനിക്ക് ആഗ്രഹമുണ്ട്, നല്ല ചിന്തകൾ മാത്രമേ ചിന്തിക്കാവുള്ളൂ എന്ന്. പക്ഷെ പൗലോസ് പറയും അങ്ങനെയൊക്കെ ആഗ്രഹിച്ചാലും വരുന്നത് മുഴുവൻ എനിക്ക് ആഗ്രഹമില്ലാത്ത കാര്യങ്ങളാണ്. കാരണം ഈ പ്രകൃതം അത്ര സ്ട്രോങ് ആണ്. ഈ സ്ട്രോങ് ആയിട്ടുള്ള പാപ പ്രകൃതത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും നീതിമാനല്ല. നീതിമാനായ ആരും ലോകത്തിൽ ഒരിടത്തുമില്ല. ഇതാണ് പാപത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ട രണ്ടാമത്തെ കാര്യം. അത് റോമാലേഖനം 3-9 വാക്യമാണ്. ആകയാൽ എന്ത്, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആകയാൽ എന്ത്, നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. അടുത്ത വാക്യം, യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിൻ കീഴാകുന്നുവെന്ന് നാം മുൻപേ തെളിയിച്ചുവല്ലോ. ഈ വാക്യത്തിനകത്തൊരു പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ട് യഹൂദന്മാരുടെയും യവനന്മാരുടെയും കഥ പറഞ്ഞിരിക്കുന്നു? യഹൂദന്മാർക്ക് മോശയുടെ കാലം മുതൽ ന്യായപ്രമാണമുണ്ട്. യവനന്മാരെന്ന് പറയുന്ന അന്നത്തെ ഏറ്റവും സംസ്കാരമുള്ള മനുഷ്യരാണ്. ഹ്യൂമനിസം, അതായത് ഹ്യൂമൻ കൾച്ചർ വളർന്ന ഏറ്റവും സംസ്കാര സമ്പന്നരായ ആൾക്കാരാണ്. അപ്പോൾ അവിടെ നല്ലൊരു മനസാക്ഷി ബിൽഡപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. നന്മ തിന്മകളെ കുറിച്ചുള്ളൊരു ബോധം ബിൽഡ് ചെയ്ത് വന്നിട്ടുണ്ട്. യഹൂദന് നിയമമുണ്ട്, ന്യായപ്രമാണമുണ്ട്, യവനന് മനസാക്ഷിയുണ്ട്. പക്ഷേ 10 വാക്യത്തിൽ പറയാം, നീതിമാൻ ആരുമില്ല. 2000 വർഷത്തിലേറെയായി ന്യായപ്രമാണം കഷ്ടപ്പെടുന്നു. മനുഷ്യരുണ്ടായി ഈ മണ്ണിൽ അധ്വാനിച്ച് ജീവിക്കാൻ തുടങ്ങിയ അന്നു മുതൽ മനസാക്ഷി കഷ്ടപ്പെടുന്നു. പക്ഷെ ഒരൊറ്റ നീതിമാനെ പോലും ഉണ്ടാക്കാൻ ന്യായപ്രമാണത്തിനും കഴിഞ്ഞിട്ടില്ല, മനസാക്ഷിക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നുവെന്ന് നാം മുൻപേ തെളിയിച്ചുവല്ലോ. കാരണം ഇതിന് മുമ്പ് വായിക്കുമ്പോൾ വേറെ കാര്യം പറയുന്നുണ്ട്. ഈ ന്യായപ്രമാണത്തിൻ്റെ ഒരു പ്രത്യേകത,
ഏതെങ്കിലും ഒരു പാപം ചെയ്താൽ എല്ലാ പാപവും ആ ന്യായപ്രമാണം മുഴുവൻ ലംഘിച്ചതുപോലെയാണ്. ആ ന്യായപ്രമാണത്തിന് തുല്യമായ മനസാക്ഷി ഒന്ന് നോക്കി. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മനസാക്ഷിക്ക് വിരോധമായ ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസാക്ഷി മുഴുവൻ പാപം ചെയ്തതുപോലെയാണ്. അതുകൊണ്ട് 3:9 പറയുകയാണ്, ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? ഒരു നാളുമില്ല, അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നുവെന്ന് നാം മുൻപേ തെളിയിച്ചുവല്ലോ. അടുത്ത വാക്യത്തിൽ പറയുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എന്തുകൊണ്ട് ഇത് പറയുന്നറിയോ? നമ്മൾ എപ്പോഴും ഇവിടെ ഇരുന്നുകൊണ്ട് ആൾക്കാർ വിചാരിക്കുന്നുണ്ട്, അങ്ങനെയല്ലല്ലോ. കുറെ ആൾക്കാർ കള്ള് കുടിച്ച് വഴക്കുണ്ടാക്കി റോഡിൽ കൂടെ നടക്കുന്നു, കുറെ ആൾക്കാർ നല്ല ഡീസൻ്റ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ബെറ്റർ അല്ലേ? അവരെക്കാളും ബെറ്റർ അല്ലേ? ബെറ്ററാണ് അല്ലേ? ഇനി നമുക്ക് ഒന്നും കൂടെ ആലോചിച്ച് നോക്കാം. ഈ കേരളത്തിൽ പണ്ട് വെളുത്ത മനുഷ്യരും കറുത്ത മനുഷ്യരും ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ആൾക്കാർ ചോദിക്കുമായിരുന്നു, ഇപ്പോൾ ചോദിക്കുമായിരിക്കും, ഞാൻ പണ്ടത്തെ കാര്യം പറയുന്നു, ഇപ്പോഴത്തെ കാര്യം പറയുന്നില്ല. കല്യാണത്തിന് പോയി പെൺകുട്ടി വെളുത്തതാണോ കറുത്തോ, ഇതെന്തിനാ അറിയുന്നത് എനിക്കറിയത്തില്ല, പക്ഷെ ആൾക്കാർ ചോദിക്കും. പക്ഷെ സായിപ്പന്മാർ വന്നപ്പോഴാണ് മനസ്സിലായത്, നമ്മളാരും വെളുപ്പുമല്ല, നമ്മളാരും കറുപ്പുമല്ല, നമ്മൾ ബ്രൗണിൻ്റെ പല ഷെയ്ഡുകളാണ്. യഥാർത്ഥ വെളുപ്പ് ആർക്കാ? സായിപ്പിനാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നീതിമാനാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അവനേക്കാളും കൊള്ളാം, ഇവനേക്കാളും കൊള്ളാം. പക്ഷെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് മനസ്സിലായത്, ആ സ്കെയിൽ വെച്ച് നോക്കിയപ്പോൾ മനസ്സിലായി എല്ലാം പോക്കാം, ഒരു നീതിമാൻ പോലുമില്ല. കാരണം കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? ഈ നീതിയുടെ സ്കെയില് ക്രിസ്തുവിനൊപ്പമാക്കി. ഹി ബിക്കെയിം അവർ റൈച്ചസ്നെസ്. അവൻ നമ്മുടെ നീതിയായി മാറി. അപ്പൊ എന്ത് സംഭവിച്ചു? ആ നീതിയുടെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ എല്ലാം പാപികളായി മാറി. എന്തിനാണ് ദൈവം ഇത്ര ഭയങ്കരമായൊരു നീതി പ്രസന്റ് ചെയ്തത്? പ്രിയ സഹോദരങ്ങളെ, നമ്മളെല്ലാം നല്ലതുപോലെ പെരുമാറുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിൽ വലിയൊരു പങ്കും നമ്മുടെ ജനിതകപരമായ കാരണങ്ങളാണ്. നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ, സർക്കംസ്റ്റാൻസസ് ആണ്. നമുക്ക് ചെറുപ്പത്തിൽ കിട്ടിയ ട്രെയിനിങ് ആണ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ആയത്. അപ്പോൾ റോഡിലുള്ള വളരെ മോശം ജീവിതം ജീവിക്കുന്ന, തെരുവിൽ വളർന്ന ഒരാൾ മോശമായി ജീവിച്ച അയാൾ നരകത്തിൽ പോവുകയും, മര്യാദയ്ക്ക് നല്ലൊരു കുടുംബത്തിൽ ജനിച്ച് നല്ല ശിക്ഷണത്തിൽ വളർന്ന് നല്ല സ്കൂളിൽ പോയി നല്ല ഫ്രണ്ട്സ് ഉള്ള ഒരാൾ നല്ലവനായി മാറി സ്വർഗത്തിൽ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ, ഈ നരകത്തിൽ പോകുന്നവന് ദൈവത്തോട് ചോദിച്ചുകൂടെ, എന്നെ എന്തുകൊണ്ട് അവനെ പോലെ സൃഷ്ടിച്ചില്ല? എന്നെ എന്തുകൊണ്ട് അങ്ങനൊരു വീട്ടിൽ ജനിപ്പിച്ചില്ല? ഞാൻ എന്തുകൊണ്ട് തെരുവിൽ ജനിച്ചു? ഞാൻ എന്തുകൊണ്ട് ആഹാരം കഴിക്കാൻ വിശന്ന് ചാകാറായപ്പോൾ മോഷ്ടിക്കേണ്ടി വന്നു? അവനെ എൻ്റെ അടുത്തും ഞാൻ അവൻ്റെ വീട്ടിലുമാണ് ജനിച്ചിരുന്നതെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോകുകയില്ലായിരുന്നോ? അപ്പൊ ശരിക്കും ഒരു മനുഷ്യന്റെ പ്രവൃത്തി നോക്കി ദൈവം വിധിച്ചാൽ അത് അനീതിയാണ്. കാരണം എന്താണ്? എല്ലാവർക്കും ഒരേ സാഹചര്യമല്ല. ഇനി നോക്കിക്കേ, നമ്മുടെ നീതി എത്ര മിടുക്കനായാലും ക്രിസ്തുവിനെ പോലെ ആകുന്നില്ല. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഉദാഹരണം. ഞാൻ നിങ്ങളുടെ ഇപ്പൊ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് രാത്രി ഇത് നിർത്തി ഞാൻ പോകും, ഉറപ്പായിട്ടും. അല്ലേ നിങ്ങൾ എന്നെ പറഞ്ഞുവിടും. യേശു കർത്താവ് എങ്ങനെ പ്രസംഗിച്ചെന്നറിയോ? 3 ദിവസം മൈക്രോഫോൺ ഇല്ല, സ്പീക്കറും ഇല്ല. 10,000-ന് മേളിൽ ആൾക്കാര്. അപ്പൊ എങ്ങനെ കേൾക്കും ഇത്ര ആൾക്കാര്? ഒരു മലയുടെ മുകളിൽ കയറി നിന്നിട്ട് ഷൗട്ട് ചെയ്യണം. അതുകൊണ്ട് ഈ മലയുടെ മുകളിൽ കയറുമ്പോൾ പുരുഷാരത്തോട് സംസാരിക്കാൻ എളുപ്പം. ആ സൗണ്ട് ഇങ്ങനെ റിവർബറേറ്റ് ചെയ്ത് അവർക്ക് കുറച്ചുകൂടെ കേൾക്കാൻ പറ്റും. 3 ദിവസം കഴിഞ്ഞ് കർത്താവ് ഇറങ്ങി വന്നിട്ട് ഷെയ്ക്ക് ഹാൻഡ് എത്ര കിട്ടുന്നല്ല നോക്കിയത്. എന്താ നോക്കിയേ? ഞാൻ ക്ഷീണിച്ചു പോയി, എനിക്ക് ഇത്തിരി വെള്ളം താന്ന് പറഞ്ഞില്ല. ഈ കേട്ടോണ്ടിരുന്നവർ അവര് ക്ഷീണിച്ചു പോയി കാണും, അവർക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കാനാ പറഞ്ഞ്. അത്രേ സ്നേഹമൊന്നും എനിക്കില്ല. ആ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ ഈ പ്രസംഗമൊക്കെ വെറും 0 പക്ഷെ എനിക്ക് നല്ലതായിട്ട് തോന്നണമെങ്കിൽ ഞാൻ എന്നേക്കാൾ പാപിയായ ഒരാൾ എനിക്ക് വേണം. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ നല്ലവനായിരിക്കും. പണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ഒരു ഉദാഹരണം. ഒരു ബോർഡിൽ ഒരു വര വരച്ചിട്ട്, ഈ വര ഒന്ന് ചെറുതാക്കാമോ, അതിൽ തൊടാതെ ഒന്ന് ചെറുതാക്കുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ മുകളിൽ ഇത്തിരി വലിയ വര വരച്ചാൽ മതി. അപ്പോൾ ഇത് ചെറുതായില്ലേ? അപ്പം ഞാൻ നല്ല വലിയവനാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിനേക്കാൾ ചെറിയൊരു വര മുകളിൽ വരച്ചാൽ മതി. അപ്പം എനിക്ക് നീതിമാനാന്ന് തോന്നണമെങ്കിൽ എന്ത് വേണം? എൻ്റെ അത്ര നീതി ഇല്ലാത്ത ആൾക്കാരുടെ ചുറ്റും വേണം. അതാണ് എൻ്റെ ഒരു ആശ്വാസം.
അതുകൊണ്ടാണ് വേറൊരുത്തൻ്റെ കുറ്റം പറയുമ്പോൾ എനിക്ക് രസം തോന്നുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് ഒരുത്തനെ കിട്ടി, അത് വെച്ചോണ്ട് ഞാൻ എന്ത് ചെയ്യും? ആശ്വസിക്കുക. അപ്പം മറ്റൊരാളുടെ കുറ്റം പറയുമ്പോൾ എനിക്ക് ആശ്വാസം തോന്നാനുള്ള കാരണം, ഞാൻ ചെറുതായിരുന്നു, എന്നേക്കാൾ ചെറുതൊരുത്തൻ വന്നപ്പം ഞാൻ വലുതായി. പക്ഷെ ക്രിസ്തു എന്ന സ്കെയിൽ വെച്ച് നോക്കിയാൽ എല്ലാ മനുഷ്യരും ഒരുപോലെ പാപികളായി മാറും. പ്രിയ സഹോദരങ്ങളെ, അപ്പൊ എന്ത് ചെയ്തു കർത്താവ്? എന്ത് ചെയ്തു? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 3 ദിവസം ഇവിടെ ആഹാരം കഴിക്കാതെ നമ്മൾ പ്രസംഗിക്കാൻ പോകും. ഞാൻ പ്രസംഗിക്കാൻ പോവാ, നിർത്തുന്നില്ല. 3 ദിവസം കഴിഞ്ഞ് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ചിന്തിക്കാൻ പറ്റുന്നില്ല അല്ലേ? അതാണ് കർത്താവിൻ്റെ നീതി എന്ന് പറയുന്നത്. മനുഷ്യനാൽ സാധ്യമായൊരു കാര്യമല്ല. ഇത് നമ്മൾ അടിവരായിട്ട് പറയേണ്ട കാര്യമാണ്. ഒരു മനുഷ്യന്റെ പ്രവൃത്തിക്കും സാധിക്കാത്ത നീതി. ഇനി ആ സാധിക്കാത്ത നീതി എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ബൈബിളിൽ നിന്ന്. ഒരു ദിവസം ധനവാനായ ഒരു മനുഷ്യൻ കർത്താവിനെ കാണാൻ വേണ്ടി വന്നു. നിങ്ങൾക്ക് ആ കഥ അറിയാം. ഈ ധനവാനായ മനുഷ്യൻ കർത്താവിനെ കാണാൻ വന്നു. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള ആഗ്രഹം അവനുണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ കൽപ്പനകളെല്ലാം അനുസരിക്കണം. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ കൽപ്പനകളെല്ലാം അനുസരിക്കുന്ന ആളാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തോട്ട് എന്നെ അനുഗമിക്കുക. അത് പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പുള്ളി അത് വേണ്ടാന്ന് വെച്ചിട്ട് പോയി. അത് കഴിഞ്ഞപ്പം ശിഷ്യന്മാര് കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ശിഷ്യന്മാരുടെ കർത്താവ് പറയാണ്, ആ മനുഷ്യനോടല്ല പറഞ്ഞത്, ആ മനുഷ്യനോട് പറഞ്ഞില്ല. അയാൾ പോയ ശേഷം ശിഷ്യന്മാരോട് പറയുകയാണ്, ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാളും ഒരൊട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്നതാണ് എളുപ്പം. അപ്പം ഞാനായിരുന്നു ആ ശിഷ്യന്മാരുടെ സ്ഥാനത്തെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചോദിച്ചേനെ, എത്ര കഷ്ടപ്പെട്ട ഒരൊട്ടകം സഭയിൽ വരുന്നതെന്നറിയോ? ഈ ഒട്ടകങ്ങൾ ഉണ്ടെങ്കിലേ നമ്മുടെ പരിപാടികൾ നടക്കുകയുള്ളൂ. ഒരു കെട്ടിടം പണിയണമെങ്കിൽ, അല്ലേ, ഒരു കൺവെൻഷൻ നടത്തണമെങ്കിൽ എന്താ ചെലവ്? അപ്പൊ ശരിക്കും ആര് വരുന്ന? സഭ സ്ട്രോങ് ആവണമെങ്കിൽ ആര് വരണം? ഒട്ടകങ്ങൾ വരണം. ഇപ്പൊ ഒട്ടകങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ ഓടിച്ചു കഴിഞ്ഞാൽ ശിഷ്യന്മാരെന്തായിരിക്കും പറയുന്നത്? ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ട ആൾക്കാരെ പിടിച്ചോണ്ട് വന്നു, ഇങ്ങനത്തെ കഠിനവാക്ക് പറഞ്ഞാൽ ഇത്തിരി മയത്തിൽ പ്രസംഗിക്കുന്നു പറയില്ലേ? പക്ഷെ ശിഷ്യന്മാർ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ശിഷ്യന്മാരാകെ പേടിച്ചു പോയത്. കാരണം നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒട്ടകത്തെയാണ്. ഒട്ടകം പോയി കഴിഞ്ഞു. ഒട്ടകമല്ല അവിടുത്തെ വിഷയം, അവിടുത്തെ വിഷയം സൂചിക്കുഴയാണ്. അതുകൊണ്ട് ശിഷ്യന്മാർ ചോദിക്കുന്നത് ആ ഒട്ടകം എന്ത് ചെയ്യുന്നല്ല. ശിഷ്യന്മാർ ചോദിക്കുന്നത്, ഇങ്ങനെ ആയാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്നാണ് ചോദിച്ചത്. അതിനർത്ഥം എന്താ? ഈ സൂചിക്കുഴയിൽ കൂടെ കയറാത്തത് ഒട്ടകം മാത്രമല്ല, സൂചിക്കുഴയിൽ കൂടെ ഒരു കൊതുക് പോലും കയറില്ല. സൂചിക്കുഴയിലൂടെ ഒരു ഉറുമ്പ് പോലും, നിങ്ങളെ സ്വത്ത് മുഴുവൻ വിറ്റിട്ട് ഒരു കൊതുകായാൽ പോലും സൂചിക്കുഴയിൽ കൂടെ കയറത്തില്ല. അപ്പൊ കർത്താവ് പറയുന്നൊരു വാക്യമുണ്ട്. ഇതാണ് ഈ സുവിശേഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. ഇത് മനുഷ്യരാൽ അസാധ്യം. ഇത് മനുഷ്യരാൽ അസാധ്യം. അതായത് കർത്താവ് പറഞ്ഞ എല്ലാ കൽപ്പനകളും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത് മനുഷ്യരാൽ അസാധ്യം എന്ന് പറഞ്ഞ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുമല്ല, അത് ദൈവത്താൽ സാധ്യമാണ്. അത് സാധിച്ചേ പറ്റൂ. ഓൺലി ഗോഡ് ക്യാൻ അക്കംപ്ലിഷ് ദാറ്റ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ജനിക്കണമെന്ന് പറയുന്നത്. വീണ്ടും ജനിക്കാതെ ഈ കൽപ്പനകളിലേക്ക് നോക്കാൻ പോലും നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് സഭ എന്താ ചെയ്യുന്നറിയോ? ഇത്രയും വലിയ കൽപ്പനകളൊക്കെ വിട്ട് കളഞ്ഞിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു കൽപ്പനകൾ വെച്ചിട്ടുണ്ട്. അത് വെച്ചാൽ നമ്മൾ ജീവിച്ചു പോകുന്നത്. നീ അത് ചെയ്തോ, ഇത് ചെയ്തോ. പക്ഷെ ഇതൊന്നും കർത്താവ് പറഞ്ഞ കാര്യമായിരിക്കില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വല്ലാതെ ആൾക്കാർ ഉത്കണ്ഠപ്പെട്ട് വാശിയെടുത്ത് നിങ്ങൾ അങ്ങനെ ചെയ്യാത്ത എന്താന്നൊക്കെ ചോദിച്ച് എരിവ് കാണിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ, അത് കർത്താവ് പറഞ്ഞൊരു കാര്യമല്ല. കർത്താവ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആർക്കും ഒരു എരിവില്ല. ഇന്നേ വരെ ഏതെങ്കിലും സഭയെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ സ്വത്ത് വിറ്റ് ദരിദ്രർ കൊടുക്കാതെ വന്ന് അപ്പം നുറുക്കരുതെന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ പാസ്റ്റർ ഉൾപ്പെടെ ഇവിടെ ആരും കാണുകയില്ല. നമുക്ക് അതുകൊണ്ട് അതൊക്കെ മാറ്റിവെച്ച്, ആ നീതി നമുക്ക് നോക്കാൻ പോലും പറ്റാതെ മാറ്റിവെച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇതാണ് ഈ മതം നൽകുന്ന ആശ്വാസം എന്ന് പറയുന്നത്. ഒരു കൽപ്പന അനുസരിച്ചില്ലെങ്കിലും നമ്മൾ എങ്ങനെയോ ചിന്തിക്കുകയാണ് നമ്മൾ നീതിമാന്മാരായി പോയി. ദിസ് ഈസ് ദ റിലീജിയൻ. റിലീജിയൻ ഗിവ്സ് അസ് എ കംഫർട്ട്. എങ്ങനെയാ കംഫർട്ട് ചെയ്യുന്നത്? ആ പാപാവസ്ഥയെ നേരിടാൻ സമ്മതിക്കാതെ വ്യാജമായി നമ്മളെ കർമ്മങ്ങളാൽ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ കർമ്മങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ വിചാരിക്കാം, ഞാൻ കർമ്മങ്ങൾ ചെയ്ത് രക്ഷപ്പെട്ടു, സൽപ്രവർത്തികൾ ചെയ്ത് രക്ഷപ്പെട്ടു. പക്ഷെ പാപം എന്ന റിയാലിറ്റി അപ്പോഴും അവിടെ നിൽക്കുക. ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ നിൽക്കുകയാണ്. എങ്ങനെ രക്ഷപ്പെടണ്ടേ? ഇതാണ് സുവിശേഷം. ലോകത്തിൽ വേറെ ആരും പറയാത്ത, ഒരു ഫിലോസഫിക്കും തോന്നാത്ത
ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത് ഈ പാപാവസ്ഥയിൽ നിന്നും, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ളതാണ്. അപ്പൊ പാപത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ കാര്യം ഇതാണ്. എന്താണത്? എല്ലാ മനുഷ്യരും ക്രിസ്തു എന്ന സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ ആ ഒരു സ്കെയിൽ അല്ലാതെ വേറെ ഒരു സ്കെയിലും സ്വർഗത്തിൽ നടക്കില്ല. ഭൂമിയിൽ നമുക്ക് നീതിമാൻ എന്ന് പേര് കിട്ടാൻ വേണ്ടി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ സ്വർഗത്തിൽ പിതാവ് നീതിമാൻ എന്ന് വിളിക്കുന്നത് ക്രിസ്തുവിന്റെ നീതിയുള്ളവരെയാണ്. അതിൽ കുറഞ്ഞ ഒരു നിലവാരവും സ്വർഗത്തിൽ അനുവദിക്കുകയില്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നമ്മളിത് കൃപയാൽ മാത്രമേ നമുക്കിത് ലഭിക്കുകയുള്ളൂ, ദൈവത്തിന്റെ കരുണയാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് രക്ഷകനായ ദൈവത്തിന്റെ കരുണയാണ് നമ്മൾ അവന്റെ മക്കളായി മാറുന്നത്. ഇതെങ്ങനെ സംഭവിക്കും നമുക്ക് നോക്കാം. നിക്കോദോമസിന്റെ കഥയാണ് നമ്മൾ പറഞ്ഞു വന്നത്. ആ വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. 36-ാം അധ്യായം, എസെക്കിയേൽ 36-25 നമ്മൾ വായിച്ചു. 25, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും, വിഗ്രഹങ്ങളെ നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. അടുത്ത വാക്യം, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. അപ്പൊ വെള്ളം കൊണ്ട് നമ്മൾ പഴയതിനെല്ലാം ഒഴിവായി ആ ജഡത്തെ ക്രൂശിച്ച മരണത്തിന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത എന്താ സംഭവിക്കുന്നത്? പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് പകരും. അപ്പൊ എന്ത് സംഭവിക്കും? കല്ലായുള്ള നിങ്ങളുടെ ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി, ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായൊരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. ആര് തരും? ദൈവം തരും. അപ്പൊ ആരാ നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നത്? ആരാ പഴയതെടുത്ത് മാറ്റുന്നത്? ദൈവം. ആരാണ് പുതിയത് തരുന്നത്? ദൈവം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ തീരുമാനമല്ല, നമ്മുടെ പ്രവൃത്തിയല്ല നമ്മൾ ദൈവത്തിന്റെ മക്കളായി ജനിക്കാനുള്ള കാരണം ദൈവമാണ്. നമ്മുടെ പഴയതിനെ എടുത്തു മാറ്റുന്നതും പുതിയതിനെ നമുക്ക് തരുന്നതും ദൈവമാണ്. അതുകൊണ്ട് രക്ഷയുടെ സകല മഹത്വവും എപ്പോഴും ദൈവത്തിനുള്ളതാണ്. അവനെ നമ്മൾ രക്ഷകൻ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ലായിരുന്നു. ഗോഡ് സേവ്ഡ് us through his son. അവന്റെ പുത്രനെ നമുക്ക് അയച്ചു തന്ന് ദൈവം നമ്മളെ രക്ഷിക്കുകയായിരുന്നു. അപ്പൊ എന്താണ് ഈ ഹൃദയത്തിന് വരുന്ന മാറ്റം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് പെട്ടെന്ന് നിക്കോദമോസിന്റെ അടുത്തേക്ക് മടങ്ങി വരാം. നിക്കോദമോസിന്റെ യോഹന്നാന്റെ 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. യോഹന്നാൻ 3:7. ഞാൻ വീണ്ടും ജനിക്കാനെന്ന് നിങ്ങളുടെ പറയിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. കർത്താവ് പറയുന്നു, കാറ്റ് അതിനിഷ്ടമുള്ളിടത്ത് ഊതുന്നു, കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. അടുത്ത വാക്യം, ആത്മാവിൽ ജനിച്ചവരെല്ലാം അതുപോലെയാകുന്നു. എതുപോലെയാകുന്നു? കാറ്റുപോലെയാകുന്നു. അത് എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു അറിയുന്നില്ല. ഈ കാറ്റെന്നുള്ള വാക്കിന്റെ പ്രസക്തി എന്താണ്? ആത്മാവെന്നുള്ളതിന് കാറ്റ് എന്ന വാക്കും ആത്മാവ് എന്നുള്ള വാക്കും ഗ്രീക്കിൽ ഒന്ന് തന്നെയാണ്, ന്യൂമ എന്ന് പറഞ്ഞാൽ ആത്മാവുമാണ് കാറ്റുമാണ്. നമ്മൾ മലയാളികൾ പണ്ട് പറയില്ല, ആരെങ്കിലും മരിച്ചുപോയി എന്താ പറയുന്നത്? കാറ്റുപോയി, അവൻ്റെ ആത്മാവ് പോയി എന്നായി പറയുന്നത്. ന്യൂമ എന്ന വാക്കാണ് ഇതിന് രണ്ടിനും ഉപയോഗിക്കുന്നത്. അപ്പൊ ന്യൂമാറ്റിക്കോസ്, ആത്മസ്വഭാവമുള്ളവൻ. എന്തിന്റെ സ്വഭാവമുള്ളവനാണ്? കാറ്റിന്റെ സ്വഭാവമുള്ളവനാണ്. ഈ കല്ലും കാറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കല്ല് പോലുള്ളൊരു വസ്തു നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇത് കല്ല് പോലുള്ളൊരു വസ്തുവാണ്. ഈ കല്ല് പോലുള്ള വസ്തു ഞാൻ ഇവിടെ ഈ മൂലയ്ക്ക് ഇങ്ങനെ വെച്ചാൽ ഇതിന് ഭയങ്കര വിഷമമായിരിക്കും. ഇതിനൊരു ജീവൻ ഉണ്ടെങ്കിൽ ഇത് പറയും, അയ്യോ മാറ്റി വയ്ക്കുക. എന്തുകൊണ്ടാ? ഈ കല്ലിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? എവിടെയെങ്കിലും ഒന്ന് സെറ്റിലായിട്ടിരിക്കണമെന്നാണ്. കാരണം ഇങ്ങനെ വെച്ചാൽ അത് അൺസ്റ്റേബിളാണ്. ഇപ്പം സമാധാനമായി, കുറച്ചുകൂടെ സമാധാനമായി. ഇനി നിലത്തോട്ടിട്ടാൽ കുറച്ചുകൂടെ സമാധാനമാണ്. കാറ്റടിച്ചു പോലും നിലത്ത് വീഴണ്ട, നിലത്ത് തന്നെ കിടക്കാം. അപ്പം നമ്മുടെ എല്ലാ ആഗ്രഹം, കല്ല് പോലുള്ള ഹൃദയങ്ങളുടെ എല്ലാ ആഗ്രഹം എങ്ങനെയെങ്കിലും സെറ്റിലാവണം. പ്രാർത്ഥിക്കുന്ന മുഴുവൻ എന്തിനാണെന്നറിയോ? എന്തിനാ? സെറ്റിലാവാൻ വേണ്ടിയാ. ഉപവാസം, പ്രാർത്ഥന, ഭയങ്കര ഭക്തി, ബൈബിൾ വായന എല്ലാം സെറ്റിലാവാൻ വേണ്ടിയാ. ഈ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? അതും കൂടെ പറയാം. മലയാളിക്ക് ഒരു പ്രത്യേക തരം സെറ്റിൽമെന്റ് ഉണ്ട്. ഒരു വലിയ വീട് പണിയുക, മക്കളെ എല്ലാം വളരെ ദൂരദേശത്തേക്ക് അയക്കുക. അവര് ഫോൺ ചെയ്താലൊന്നും വരാൻ പറ്റാത്ത ദൂരത്തിൽ പോയാൽ അവർ രക്ഷപ്പെട്ടത്. അപ്പന് പ്രായമായി മരിക്കാൻ കിടക്കുമ്പോൾ ഏതെങ്കിലും ഒരു മകൻ അടുത്തുണ്ടെങ്കിൽ അതിനർത്ഥം അവൻ രക്ഷപ്പെട്ടില്ല എന്നാണ്. അവൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൻ അപ്പം വിളിച്ചാലും വരാൻ പറ്റാത്ത ദൂരത്തേക്ക് പോയിരിക്കണം. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്തിനാ പിന്നെ ഇത്രയും വലിയ വീട്? അപ്പനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ? അതെ, കൊച്ചുമക്കളൊക്കെ വരുമ്പോൾ താമസിക്കാൻ വേണ്ടി. ഈ കൊച്ചുമക്കൾ ഈ വഴിക്ക് വരത്തില്ല.
മക്കൾ പിന്നെയും വരും കടമ തീർക്കാൻ. പക്ഷെ കൊച്ചുമക്കൾക്ക് ആ വല്യപ്പനും വല്യമ്മയും പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ എങ്ങനെയെങ്കിലും വല്യപ്പൻ്റെയും വല്യമ്മയുടെ വീട്ടിൽ അവധിക്ക് പോകണം ഭയങ്കര ആഗ്രഹമാണ്. കാരണം ഭയങ്കര കഥകളൊക്കെ പറയുന്നത് കേൾക്കാൻ, പഴയ കഥകൾ. പക്ഷെ ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വല്യപ്പൻ്റെ കഥ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് പറ്റത്തില്ല. അവർ വലിയ മെഷീൻ ഗൺ വെച്ച് ബോംബ് പൊട്ടിക്കുന്ന കഥയും ഗെയിമും കളിച്ചിട്ട് വരുമ്പോഴാണ് ഇവിടെ കുറുക്കൻ വെള്ളത്തിൽ ചാടിയ കഥ. ആർക്ക് വേണമെന്ന് അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ അപ്പൻ്റെ അമ്മയുടെ വല്യപ്പൻ്റെയും വല്യമ്മയുടെ അടുത്ത് പോകാമെന്ന് പറയുമ്പോഴേ മക്കൾ പറയും, ഞങ്ങൾ കേരളത്തിലേക്കില്ല, അവിടുത്തെ എട്ടുകാലിയും പഴുതാരിയും ഒന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല. ഇതാ സംഭവിക്കുന്നേ. അവസാനം അപ്പച്ചനും അമ്മച്ചും ഇവിടെ കാണും, വലിയ വീട്ടിൽ. അവസാനം ഒരാൾ അതിനകത്ത് മരിക്കും. മറ്റയാൾ മരിച്ചോന്ന് അറിയാൻ വേണ്ടി മകൻ സി സി ക്യാമറ വയ്ക്കും. വല്ലവരാരെങ്കിലും ആഹാരം ഉണ്ടാക്കി കൊടുക്കും. ഈ അപ്പൻ രാവിലെ ഫ്രണ്ടിൽ വന്ന് ചാരുകസേര കിടന്ന് മനോരമ പത്രം നോക്കി ആരൊക്കെ മരിച്ചു, നിര്യാതരായിക്കോളാം, ഇനി ഞാനെപ്പോൾ പോകും എന്ന് ആലോചിച്ച് കിടക്കുന്ന കിടപ്പിനെയാണ് നമ്മൾ സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത്. ഇത് സാധിക്കാൻ വേണ്ടിയ ഈ പ്രാർത്ഥന മുഴുവൻ. പ്രിയ സഹോദരങ്ങൾ, ആലോചിച്ച് നോക്കി എത്ര വ്യർത്ഥമാണെന്ന്. ഈ മതഭക്തി എന്ന് പറയുന്നത് നമ്മളെ കൊണ്ടുപോകുന്ന ക്രിസ്തുവിൻ്റെ അടുത്തേക്കല്ല, നശിച്ചു പോകുന്ന ലോകത്തിലെ മായക്കാഴ്ചകളുടെ അടുത്തേക്കാണ്. നമുക്കറിയാം, എന്ത് നമ്മൾ നേടിയാലും അതെല്ലാം ഇവിടെ കൊട്ടിക്കൊടഞ്ഞിട്ടിട്ട് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചിന്തിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റൊണാൾഡ് റീഗന്റെ കഥയാണ്. അദ്ദേഹം ഭയങ്കര സമർത്ഥനായ ഒരു പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണ തന്ത്രങ്ങൾ കൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ, ഈസ്റ്റേൺ യൂറോപ്പ് എല്ലാം പൊളിഞ്ഞു പോയത്. കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിനെ തന്നെ ഇല്ലാതാക്കാനുള്ള തന്ത്രങ്ങളായിരുന്നു പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നത്. അദ്ദേഹം ശൂന്യാകാശത്ത് കൊണ്ടുവന്ന് മിസൈൽ വെച്ചിട്ട് ഇവിടെ ഏതെങ്കിലും ശത്രുരാജ്യം ഉണ്ടായാൽ അവിടെ നിന്ന് ബട്ടൺ ഞെക്കി ഇവിടെ നശിപ്പിക്കുന്ന രീതിയിലുള്ള തന്ത്രങ്ങൾ ഉണ്ടാക്കി വെച്ച ആളാണ്. നടന്നില്ല, ആൾക്കാരുടെ എതിർപ്പ് കാരണം. അയാൾ 8 വർഷം പ്രസിഡന്റ് ആയിരുന്നു. കുറേ നാൾ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ഒരു പ്രൈവറ്റ് പ്ലെയിനിൽ ഈ വാഷിങ്ടണിന് മുകളിൽ പറക്കുമ്പം ഈ വൈറ്റ് ഹൗസ് അവർ താമസിക്കുന്ന കെട്ടിടം കണ്ടു. അപ്പോൾ ഈ റീഗൻ ഭാര്യയോട് പറയാണ്, ആ കാണുന്ന കെട്ടിടം നീ ശ്രദ്ധിച്ചോ? അപ്പോൾ ചോദിച്ചാൽ അതെ, ആ കെട്ടിടവും ഞാനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്, എന്താണെന്ന് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. എന്താ സംഭവം എന്നറിയോ? പുള്ളിക്ക് മറവി രോഗം പിടിച്ചു, അൽഷീമേഴ്സ്. പുള്ളി പ്രസിഡന്റ് ആയിരുന്നെന്നോ ഇത്ര ഭയങ്കരനായിരുന്നു എന്നുള്ള കാര്യം പുള്ളി മറന്നുപോയി. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ തലയിൽ ഒരു മച്ചിങ്ങ വീണാൽ PhD പോയിട്ട് ഒരു ഡിയും നമ്മൾ ഓർക്കില്ല. പേര് പോലും ഒരു തട്ട് കിട്ടിയാൽ പോകുന്നേ ഉള്ളൂ ഈ ലൈഫ് എന്ന് പറയുന്നത്. എന്താ പ്രാർത്ഥനയും ഇതെല്ലാം നേടുന്നത് താൽക്കാലികമായ ഭ്രമങ്ങൾ, അതിനു വേണ്ടിയുള്ള മതത്തെയാണ് നമ്മൾ എന്നിട്ട് പറയാം, ദൈവം എനിക്കിതെല്ലാം സാധിച്ചു വന്നു, ദൈവത്തിന് എന്നോട് ഭയങ്കര സ്നേഹമാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സ്നേഹം അവൻ്റെ മക്കളായി മാറുമ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് പോസിബിൾ ഓൺലി ബൈ റീജനറേഷൻ. അത് ആത്മാവിനാൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ കല്ല് പോലുള്ള ആ സാധനങ്ങളുടെ എല്ലാ ആഗ്രഹം എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിൽ ആവണമെന്ന്. കാറ്റിൻ്റെ ആഗ്രഹം എന്തായിരിക്കും? കാറ്റ്, ഏതെങ്കിലും കാറ്റ് ആഗ്രഹിക്കോ സെറ്റിലായേക്കാന്ന്? സെറ്റിലായ പിന്നെ കാറ്റില്ല. കാറ്റെന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, ആത്മാവ് എന്ത് പറയുന്നോ അത് അനുസരിച്ച് പോകുന്നതാണ് ഈ കാറ്റെന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാനൊരു സ്പിരിച്വൽ മാൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ എങ്ങോട്ട് പോകണമെന്ന് നിയന്ത്രിക്കുന്ന ഞാനല്ല, ദൈവമാണ്. അപ്പോൾ എവിടെ നിന്നാണ് ഞാൻ തിരിച്ചു പോയത്? എൻ്റെ രാജ്യത്വം ഞാൻ വിട്ടിട്ട് ഏദൻ തോട്ടത്തിൽ ആദ്യത്തെ അവസ്ഥ എന്തായിരുന്നു? ആരായിരുന്നു നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഈ പഴം തിന്നുന്നതിന് മുമ്പ്? അപ്പോൾ പുതിയ സൃഷ്ടിയായിട്ട് മാറുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ദൈവത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലേക്ക്, ആത്മാവിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലേക്ക് വളരുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ അവൻ ആത്മാവിൽ ജനിച്ചവനാണ്. അവനെ കർത്താവ് എങ്ങോട്ട് പറയുന്നുള്ളതാണ് പ്രധാന കാര്യം. എന്ത് പറയുന്നു? ഹി സബ്മിറ്റഡ് ടു ഇറ്റ്. അതാണ് ദൈവത്തിൻ്റെ മക്കളുടെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്? നമുക്ക് നോക്കാം. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, നീതിയെക്കുറിച്ച്, ഈ പാപത്തെക്കുറിച്ച്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, ക്രിസ്തു എന്ന സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ നമ്മളെല്ലാം ഒരുപോലെ പാപികളാണ്, നീതിമാൻ ആരുമില്ല. ഓക്കെ, അതിൻ്റെ 19-ാം വാക്യം പറയുന്നത് 3:19, റോമാലേഖനം 3:19. ന്യായവിധി എന്നതോ? റോമാലേഖനം 3:19. റോമാലേഖനം, യോഹന്നല്ല. ഓക്കെ, ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പറയുന്നു. ഓക്കെ, അപ്പൊ ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ നാട് മുഴുവൻ പറയാണ് നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ പാപികളാണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ബൈബിൾ തുറന്നു നോക്കുമ്പോൾ ന്യായപ്രമാണം പറയാണ് നീയും പോക്കാണ്, ഒരു നീതിമാനും ഇല്ല. അടുത്ത
അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യന്മാരായി തീരേണ്ടതിന് തന്നെ. അപ്പൊ ദൈവം എന്തിനാ ഇത്രയും വലിയ നീതി കൊണ്ടുവന്നത്? സകല മനുഷ്യരും ദൈവത്തിന്റെ സന്നിധിയിൽ ഒരുപോലെ ശിക്ഷായോഗ്യരായി തീരേണ്ടതിന്. അപ്പൊ എന്തിനാ അങ്ങനെ ദൈവം ചെയ്തെന്നറിയോ? അതാണ് ദൈവത്തിന്റെ നീതി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ നീതിമാനായി ജീവിക്കുന്നതിന്റെ കാരണം അവന്റെ സാഹചര്യങ്ങളായിരിക്കും. ഒരു വീട്ടിൽ അവൻ എങ്ങനെ വളർന്നു വന്നു, വേറൊരുത്തൻ തെരുവിൽ വളർന്നു, അവന് നീതി ഒന്നും അറിയില്ല. അപ്പൊ രണ്ടുപേരിൽ ഒരുത്തനെ നരകത്തോട്ട് വിടുന്നതും വേറൊരുത്തനെ സ്വർഗത്തോട്ട് വിടുന്നതിനകത്ത് ഒരു അനീതിയുണ്ട്. അപ്പൊ ഞാനാണ് ആ റൗഡി എന്ന് വിചാരിച്ചു, വളരെ മോശമായ ഒരാൾ ഞാനാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിക്കുക, ദൈവമേ നീ എന്ത് നീതിയാണ് ഈ കാണിക്കുന്നത്? അവനെ സ്വർഗത്തിൽ വിടുന്നു, എന്നെ നരകത്തിൽ വിടുന്നു. എനിക്ക് എന്തുകൊണ്ട് നല്ലൊരു വീട്ടിൽ ജനിക്കാൻ നീ സമ്മതിച്ചില്ല? ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി? അപ്പൊ എനിക്ക് നീ നല്ലൊരു സ്വഭാവം തന്നില്ല, നല്ലൊരു ടെമ്പറമെന്റ് തന്നില്ല. ഓക്കെ, എനിക്കൊരു സഹോദരനെ അറിയാം, 92 തൊട്ടറിയാം, ഇപ്പൊ 2026 ആയി. അദ്ദേഹം ഒരിക്കൽ പോലും ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് മനുഷ്യരോട് അങ്ങനെ ആയിരിക്കും, വീട്ടിൽ നല്ല ദേഷ്യമായിരിക്കും. ഒരു ദിവസം വീട്ടിൽ ചെന്ന് ഭാര്യയോട് മക്കളോട് ചോദിച്ചു, ഇദ്ദേഹം എപ്പോഴെങ്കിലും വീട്ടിൽ ദേഷ്യപ്പെടാറുണ്ടോ? ഒരിക്കലും ഇല്ല. ഞാൻ തലയൊക്കെ വെച്ച് പോയി. എൻ്റെ ദൈവം എന്തൊരു മനുഷ്യൻ! പുള്ളി രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ അങ്ങനെ ആയിരുന്നു. എന്നെ വല്ലതും അങ്ങനെ സൃഷ്ടിച്ചായിരുന്നെങ്കിൽ ഞാൻ ആ കോപം എന്ന പാപത്തിൽ വീഴുമായിരുന്നോ? അപ്പൊ ഈ മനുഷ്യന്റെ ഹോർമോണുകളും കെമിക്കലുകളും തലയിൽ കൂടെ ഓടുന്ന സാധനങ്ങളും സാഹചര്യങ്ങളും ഇതെല്ലാം കൂടെ ചേർന്നല്ലേ നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ചില ആൾക്കാർ നല്ല പ്രവൃത്തി എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ളവരുടെ ഹോർമോൺ ശരിയല്ലാത്തതിന് അവൻ എന്ത് ചെയ്യാൻ പറ്റും? ചിന്തിച്ചിട്ടില്ല ഇതൊന്നും? നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കാൻ പറയുന്നു. ചെറുപ്പത്തിൽ ഒരിക്കലും സ്നേഹം കിട്ടിയിട്ടില്ലാത്ത, അപ്പനന്മാർ ഒരിക്കലും കയ്യിലെടുത്തിട്ടില്ലാത്ത, മോളെ മോനെ എന്ന് വിളിച്ചിട്ടില്ലാത്ത ഒരു കുഞ്ഞ് എങ്ങനെ സ്നേഹിക്കും? അവനത് അറിയില്ല അതെന്താ സാധനം എന്ന് പോലും. അപ്പൊ ഒരേ നിയമം എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഒരേ സാഹചര്യങ്ങൾ എല്ലാവർക്കും കൊടുക്കണ്ടേ? നിങ്ങൾ ചോദിക്കാറില്ല ഇങ്ങനെ ചോദ്യങ്ങളൊന്നും അല്ലേ? ചോദിക്കണം. ഒരേ നിയമം എല്ലാവർക്കും ആണെങ്കിൽ സാഹചര്യം എങ്ങനെ ആയിരിക്കണം? ഒന്ന് തന്നെ ആയിരിക്കണ്ടേ? ഒരേ ക്വസ്റ്റ്യൻ പേപ്പറാണ് കൊടുക്കുന്നതെങ്കിൽ ഒരേ സിലബസ് വേണ്ട കൊടുക്കാൻ എല്ലാവർക്കും. ഓക്കെ, ഇപ്പൊ മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിക്കാം, കർത്താവ് എന്നോട് എന്തിനാണ് ഈ ക്രൂരത ചെയ്തത്? എന്നെ ഒരു നല്ല വീട്ടിൽ നല്ല സ്വഭാവമുള്ള ഒരു കൊച്ചായിട്ട് ജനിപ്പിച്ചു കൂടാന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയടാ, നീ എന്തായാലും നരകത്തിലേ പോവുള്ളൂ. ഞാൻ പറഞ്ഞ അതെ, അതെനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഇതിനകത്ത് അനീതിയാണ് എനിക്ക് പ്രശ്നം. അവൻ എങ്ങനെ സ്വർഗത്തിൽ പോയി? അവൻ എൻ്റെ വീട്ടിൽ ജനിക്കുമായിരുന്നെങ്കിൽ എന്നേക്കാൾ വഷളായിരുന്നേന്. ഇപ്പൊ കർത്താവ് പറഞ്ഞു, അവൻ സ്വർഗത്തിൽ പോകുന്നതിനോട് ആരാ പറഞ്ഞു? അവനും നരകത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പൊ സമാധാനം. ഇപ്പൊ എന്തായി? ഫീൽഡ് ലെവലായി. കാരണം എന്താ? ആരുടെയും ബാക്ക്ഗ്രൗണ്ടോ ഹോർമോണുകളോ കെമിക്കലുകളോ സ്വഭാവമോ ഒന്നും ദൈവം പരിഗണിക്കുന്നില്ല. എല്ലാവരും ഒരുപോലെ പാപികളാക്കിയത് എന്തിനാണെന്നറിയാമോ? എല്ലാവരിലുമുള്ള ആദാമ്യ പാപം ഈക്വലാണ്. പിന്നെ അത് വളർന്നു വരുന്ന സാഹചര്യത്തിലും അവൻ്റെ പാരമ്പര്യത്തിലൂടെ വന്ന പല ഫാക്ടറുകളാലും അത് പല രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നോക്കുമ്പോൾ എല്ലാ മനുഷ്യരും മരണയോഗ്യരും എല്ലാ മനുഷ്യരും ഒരുപോലെ പാപികളുമാകാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? ഒരു പുതിയ നീതി, അവൻ്റെ പുത്രൻ എന്ന നീതിയെ വെളിപ്പെടുത്തി. എത്രയൊക്കെ മനസ്സിലായത്? അപ്പൊ സുവിശേഷം അവിടെയാണ് വ്യത്യസ്തമാകുന്നത്. ലോകത്തിലെ ഏത് സിസ്റ്റത്തിലേക്ക് നിങ്ങൾ നോക്കിയാലും ആ സിസ്റ്റം എല്ലാം പറയുന്നത് മര്യാദയ്ക്ക് ജീവിക്കുക, നല്ലപോലെ ജീവിച്ചാൽ, കർമ്മം ചെയ്താൽ, അല്ലെ, സൽക്കർമ്മം ചെയ്താൽ എന്നാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സൽക്കർമ്മം ചെയ്യണമെങ്കിൽ ആ മനുഷ്യൻ ആദ്യം നന്നാവണ്ടേ? ആ മനുഷ്യനൊരു ഒരു റീജനറേഷൻ സംഭവിക്കണ്ടേ? ആ മനുഷ്യന്റെ സാഹചര്യങ്ങൾ ശരിയാകണ്ടേ? അല്ലേ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ വേദപുസ്തകത്തിൽ മാത്രമാണ് അതിനൊരു ഉത്തരമുള്ളത്, മനുഷ്യരാലല്ല. അപ്പോൾ കൃത്യമായി മനുഷ്യന്റെ പ്രവൃത്തികളാലുമല്ല, ദൈവത്തിന്റെ കരുണയാൽ എന്ന് വരുമ്പോൾ കർത്താവ് പറയാണ്, മോനെ നീയും പോക്കാണ് അവനും പോക്കാണ്, പക്ഷെ എൻ്റെ വാഗ്ദത്തം എന്താണെന്നറിയോ? നിങ്ങളിൽ ആരെന്നെ വിശ്വസിച്ചാലും ഞാൻ നിന്നെ രക്ഷിക്കാം. ഇപ്പം നിയമം ഒന്നായില്ല, എല്ലാവർക്കും നിയമം ഒന്നായി. അപ്പൊ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് പ്രവൃത്തി വെച്ച ഒരാളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതാണോ അതോ വിശ്വസിക്കുന്നവരെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതാണോ? ദൈവത്തെ സംബന്ധിച്ച് നീതി വിശ്വസിക്കുന്നവരെ കൊണ്ടുപോകുന്നതാ, അല്ലെ? പ്രവർത്തിക്കുന്നവരെ കൊണ്ടുപോയിരുന്നെങ്കിൽ അതൊരു അനീതിയായി മാറുമായിരുന്നു. അതാണ് പൗലോസ് പറയുന്നത്. അടുത്ത വാക്യം വായിച്ചേ. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ. ഓക്കെ, എന്തുകൊണ്ടാണത് വരുന്നത്? നമുക്കറിയാം, ന്യായപ്രമാണം എന്ന് പറയുന്നത് നമ്മോട് പറയുന്ന പല കാര്യങ്ങളുണ്ട്. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അല്ലെ, കള്ളസാക്ഷ്യം പറയരുത്, ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങൾ പറയുന്നുണ്ട്.
ഈ ന്യായപ്രമാണം കൊണ്ട് ഒരു വലിയ പ്രയോജനമുണ്ട്. എന്താ പ്രയോജനം എന്നറിയാം? ഒന്നാമത്തെ പ്രയോജനം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള അധമ പാപങ്ങളെ ഒരു പരിധി വരെ തടയാൻ, പേടിപ്പിച്ച് തടയാൻ ന്യായപ്രമാണത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ പാപം എന്തുമാത്രം ഉണ്ടെന്ന് ഒരു മനുഷ്യന് മനസ്സിലാക്കാനും അതിനൊന്ന് മെഷർ ചെയ്ത് കാണിക്കാനും ഈ ന്യായപ്രമാണം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നീതിമാനല്ലാത്ത ഒരു മനുഷ്യനെ അനുസരിപ്പിക്കണമെങ്കിൽ എന്ത് വേണ്ടി വരും? ഒന്നുകിൽ അവൻ എന്തെങ്കിലും കൊടുത്ത് മോഹിപ്പിക്കണം, അല്ലെങ്കിൽ അവന് നല്ല പേടിപ്പിക്കണം, അല്ലേ? അപ്പൊ പല ആൾക്കാരും പാപം ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാ? പേടിച്ചിട്ടാ. ഞാനൊരു കഥയും കൂടെ പറയാം, ഇപ്പൊ മനസ്സിലാവും. ഒരപ്പന് 2 മക്കളുണ്ടെന്നിരിക്കട്ടെ. ഈ 2 മക്കളിൽ ആദ്യത്തെ മകൻ ഭയങ്കര തൻ്റെടിയും ധിക്കാരിയും അനുസരണം കെട്ടവനുമാണെന്ന് വിചാരിക്കാം. രണ്ടാമത്തെ മകൻ ഭയങ്കര അനുസരണമുള്ളവനും സാധുവായൊരു മനുഷ്യനാണെന്ന് വിചാരിക്കാം. അപ്പൊ ഒരു ദിവസം അപ്പൻ മൂത്ത മോനോട് പറയാണ്, എടാ, ഞാൻ വെളിയിൽ പോകുന്ന സമയത്തേക്ക് നീ ഈ വീടെല്ലാം ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കിയിട്ടേക്കണം. അപ്പൊ മൂത്ത മോൻ പറയും, എനിക്ക് സൗകര്യമില്ല, എനിക്ക് വേറെ പണിയുണ്ട്, അപ്പം പറയുന്നത് അനുസരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ അപ്പൻ ഇത് അനുസരിപ്പിച്ചേ പറ്റുള്ളൂ. അപ്പം പറഞ്ഞു, നീ ഇത് അനുസരിക്കുവാണെങ്കിൽ ഞാൻ നിനക്ക് കുറച്ച് ചോക്ലേറ്റ് തരാം, അല്ല 500 രൂപ തരാം, ഒരു ഗിഫ്റ്റ്. അപ്പം മോൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പൈസയും വേണ്ട, ഞാൻ അനുസരിക്കാൻ എനിക്ക് സൗകര്യമില്ല. അപ്പോൾ അടുത്ത നമ്പർ അപ്പൻ ഇറക്കി, ഇന്ന് ഞാൻ 4 മണിയാവുമ്പോൾ വരുമ്പോഴേക്ക് നീ ഇത് അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ എനിക്കിങ്ങനൊരു മകനില്ല, ഞാൻ നിന്നെ ഇറക്കി വിടും. അപ്പോൾ ഇവൻ ആലോചിച്ചു, എനിക്ക് 16 വയസ്സ് 15 വയസ്സ് പ്രായമുള്ളൂ, എന്നെ അപ്പൻ ഇറക്കി വിട്ടാൽ ഞാൻ എങ്ങനെ പോയി ജീവിക്കും? എന്ത് ചെയ്യാനാ? വിതയ്ക്കാത്തടന്ന് കൊയ്യുകയും വിതറാത്തടന്ന് ചേർക്കുകയും ചെയ്യുന്ന ദുഷ്ടനായ എൻ്റെ അപ്പൻ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാം, അനുസരിച്ചേക്കാം. അവൻ നല്ലപോലെ അനുസരിച്ച് അടിച്ചു വാരിയിട്ടു. രണ്ടാമത്തെ മകൻ ഒരു ദിവസം ഇങ്ങനെ ആലോചിക്കുകയാണ്, എൻ്റെ അപ്പനും അമ്മേനെ എന്തുമാത്രം സ്നേഹിക്കുന്നത്, ഞാൻ ഒന്നും അവർക്ക് വേണ്ടി ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അവൻ തന്നെ റെഡിയായി എഴുന്നേറ്റ് അടിച്ചു വാരിയിടുന്നു. 2 പേര് ചെയ്ത ഒരേ പണിയാണ്. ന്യായപ്രമാണം എന്ത് ഡിമാൻഡ് ചെയ്തോ അത് ചെയ്തു. പക്ഷെ നീതിമാൻ അതിലൊരാളെ ഉണ്ടായിരുന്നുള്ളൂ. അതെങ്ങനെ അയാൾ നീതിമാനായത്? ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ടാണോ? അല്ല, അവൻ്റെ ഹൃദയം നന്നായിരുന്നത് കൊണ്ടാണ്. ഒരു മനുഷ്യനെ ദൈവം നീതിമാനാക്കുന്നത് ന്യായപ്രമാണത്തിൻ്റെ അനുസരണത്തിലൂടെ അല്ല, ഹൃദയത്തിൻ്റെ പരിച്ഛേദനയിലൂടെയാണ്. പഴയത് ഉരിഞ്ഞുപോയി പുതിയത് ധരിക്കുന്ന ഒരാൾ മാത്രമേ നീതിമാനാകുന്നുള്ളൂ. അതായത് പ്രവർത്തിക്കുന്നതിന് പല മോട്ടീവ് ഉണ്ടായിരിക്കാം, അതൊന്നും ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനാണോ നമ്മളെ കാണിക്കുന്നില്ല. യഥാർത്ഥ നീതി എങ്ങനെ വെളിപ്പെടുന്നത്? ഭയമില്ലാത്തടത്ത്, പ്രലോഭനമില്ലാത്തടത്ത് അവൻ ഒറ്റയ്ക്ക് വിട്ടാലും അവൻ അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം അത് അവൻ്റെ സ്വഭാവമാണ്. അങ്ങനെയുള്ളവരെ മാത്രമേ, ഹൃദയത്തിനകത്ത് നീതിയുള്ളവരെ മാത്രമേ ദൈവം നീതിമാനെന്ന് വിളിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ നീതി എങ്ങനെയാണ് നമുക്ക് ദൈവം തരുന്നത് നമുക്ക് നോക്കാം. അടുത്ത വാക്യം, 21-ാം വാക്യം. 21. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി, യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അപ്പം ന്യായപ്രമാണം കൂടാതെ ഒരു നീതി ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് എങ്ങനെ സംഭവിക്കുന്നത്? അത് വിശ്വാസത്താലാണ് സംഭവിക്കുന്നത്. അടുത്ത വാക്യം, അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി മാറി. ആർക്കും ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അടുത്ത വാക്യം, അവന്റെ കൃപയാൽ. അപ്പോൾ നമ്മൾ എങ്ങനെ നീതിമാന്മാരായത്? പ്രവൃത്തി നോക്കിയാൽ ഒരുത്തനുമില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. എന്തിനു വേണ്ടി ഇത് ചെയ്തെന്നറിയോ? എന്തിനാ ഇങ്ങനെ സൗജന്യമായി രക്ഷ തന്നത്? ഒന്നും പ്രവർത്തിക്കാതെ ഒരു രക്ഷ എന്തിനാ തന്നത്? 27-ാം വാക്യം, ആകയാൽ പ്രശംസ എവിടെ? ആരും ഗമ പറയരുത്. ഞാൻ ജീവിച്ചിട്ടാ വന്നെന്ന് പറയരുത്. അത് ഏദൻ തോട്ടത്തിൽ തുടങ്ങിയത്. ദൈവത്തിന് മുമ്പിൽ ഒരു മനുഷ്യനും വമ്പ് പറയാതിരിക്കാൻ വേണ്ടി, പ്രശംസ എടുത്തു കളയാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുത്തു. ആർക്കും പ്രശംസിക്കാനില്ല. വായിച്ചേ, അത് പോയി. എന്തു പോയി? നമ്മുടെ പ്രശംസകൾ പോയി. നമ്മൾ ചെയ്ത ഒരു കർമ്മത്താലുമല്ല, യാതൊന്നിനാലുമല്ല, അത് സൗജന്യമായി നമുക്ക് ലഭിച്ചത് കൊണ്ട് നമ്മുടെ പ്രശംസകളെല്ലാം പോയി. അടുത്തത്, അത് കർമ്മമാർഗത്താലോ? അത് ഏത് മാർഗത്താൽ പോയി? കർമ്മമാർഗത്താൽ പോകുവോ? പ്രശംസ പോകുവോ?
ഇല്ല. അല്ല, വിശ്വാസ മാർഗത്താൽ തന്നെ. അപ്പൊ മനുഷ്യന്റെ പ്രശംസ എടുത്തു കളയണമെങ്കിൽ എന്ത് വേണം? കർമ്മമാർഗത്താൽ സാധ്യമല്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഒരു വിശ്വാസ മാർഗം ഉണ്ടാക്കി. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വിശ്വാസ മാർഗമെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവർ പോലും സംശയിച്ച് വീണ്ടും കർമ്മങ്ങളിലേക്ക് തിരിയുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് പൗലോസ് എടുത്തു പറയുന്നു, കർമാചാരങ്ങളാലല്ല, വിശ്വാസത്താൽ മാത്രം. കാരണം ഒരു മനുഷ്യനും പുകഴുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ഞാൻ ഈ വായിച്ചതെല്ലാം വചനത്തിൽ അതുപോലെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. അടുത്ത വാക്യം. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു. വിശ്വാസത്താൽ തന്നെ, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. അപ്പം ഇത് നമുക്ക് വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസം. ഇത് എങ്ങനെ സാധിക്കും? എന്താണ് വിശ്വസിക്കേണ്ടത്? എങ്ങനെയാണ് നമ്മൾ നീതിമാന്മാരാകുന്നത്? ഇത് മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതാണ് പൗലോസ് അപ്പോസ്തലൻ വളരെ കഷ്ടപ്പെട്ട് നമ്മളോട് പറയുന്നത്. റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും. അപ്പോൾ ഒരു കാര്യമാണ് ഉറപ്പാണ്, നമുക്കിത് മനസ്സിലായില്ലെങ്കിലും പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താ പറഞ്ഞത്? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല, അല്ലെ, പിന്നെ എങ്ങനെയാണ്? വിശ്വാസത്താൽ മാത്രമുള്ള ഒരു നീതി. ഈ 3-ാം അധ്യായം കഴിഞ്ഞ ഉടനെ വരുന്ന അബ്രഹാമിന്റെ കഥയാണ്. ഈ അബ്രഹാമിന്റെ കഥ പറയുന്നതിനകത്തൊരു പ്രത്യേകതയുണ്ട്. എങ്ങനെയാണ് ഈ വിശ്വാസം നീതിയായി മാറിയതെന്നുള്ളതാണ്. എബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുവിൻ. അത് ഉൽപ്പത്തി പുസ്തകം 15:5-6 ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുവിൻ, നിന്റെ സന്തതി അവയെ എണ്ണാമെങ്കിൽ നീ എണ്ണാൻ പറയുന്നു, നിന്റെ സന്തതി ഇങ്ങനെ ആകുമെന്ന് അവനോട് കൽപ്പിച്ചു. അടുത്ത വാക്യം, അവൻ അവനിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അപ്പൊ എബ്രഹാം അത് അനുഷ്ഠിക്കുന്ന സമയത്ത്, ആ വിശ്വസിക്കുന്ന സമയത്ത് എബ്രഹാം നീതിമാനല്ല. പക്ഷെ വിശ്വസിച്ചപ്പോൾ ദൈവം അവനെ എന്തെന്ന് വെച്ചു? നീതിമാനായിട്ട് തീരുമാനിച്ചു. എബ്രഹാം ശരിക്കും നീതിമാനായോ? അവൻ്റെ അക്കാലത്തെ ജീവിതം നോക്കിയാൽ നമുക്കത് മനസ്സിലാത്തില്ല. പക്ഷേ അവസാനം ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ പറയുമ്പോൾ നമുക്ക് ആ പഴയ എബ്രഹാമിനെ കാണാൻ പറ്റത്തില്ല. എബ്രഹാം ഇസ്ഹാക്കിനെ എടുത്തുകൊണ്ട് മോറിയ മലയിലേക്ക് കയറുമ്പോൾ അവൻ എങ്ങനെയാണ് ഇത്ര വലിയ അനുസരണം എബ്രഹാമിനുണ്ടായത്? അത് റോമാലേഖനം 4:17 പറയുന്നുണ്ട്. 2 കാര്യങ്ങളാണ് എബ്രഹാം വിശ്വസിച്ചത്. അതുകൊണ്ടാണ് യാഗം കഴിക്കാൻ മാത്രമുള്ള ഒരു അനുസരണം അവരിലുണ്ടായത്. ഫെയ്ത്താണ് ആ അനുസരണം ഉണ്ടാക്കിയത്. എന്ത് ഫെയ്ത്ത് ആയിരുന്നു? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ. ഓക്കെ, അപ്പൊ 2 കാര്യങ്ങളാണ് വിശ്വസിച്ചത്. ഒന്ന്, ദൈവത്തെ അനുസരിച്ചാൽ ഒരു കുഴപ്പമില്ല, ഇസ്ഹാക്ക് മരിച്ചാലും കുഴപ്പമില്ല, ദൈവം എന്ത് ചെയ്തോളും? അവനെ ഉയർപ്പിച്ചോളും. ഇതായിരുന്നു ആദ്യത്തെ വിശ്വാസം. പിന്നെ അതിൻ്റെ കൂടെ വേറൊരു വിശ്വാസം കൂടെ ഉണ്ടായിരുന്നു. ഇനി അഥവാ ഉയർപ്പിച്ചില്ലെങ്കിലും ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ, അതൊരു കൽപ്പനയായിട്ട് വന്നേക്കുന്നത്. അഥവാ ദൈവം ഇസ്ഹാക്കിനെ ഉയർപ്പിച്ചില്ലെങ്കിലും ഇല്ലാത്തടത്ത് നിന്നും മക്കളെ ഉണ്ടാക്കി തരുവാൻ കഴിവുള്ളവനാണ് ദൈവം എന്ന് വിശ്വസിച്ചു. ഈ 2 വിശ്വാസം അവൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് യാഗം കഴിക്കാൻ വേണ്ടി അബ്രഹാം പോയത്. അല്ല, എബ്രഹാമിന്റെ മിടുക്കല്ല, അവൻ്റെ ഉള്ളിലുണ്ടായ ഫെയ്ത്താണ് അവൻ അനുസരണമായിട്ട് മാറിയത്. എന്നിട്ട് ഈ റോമാലേഖനം 4 പറയുന്നുണ്ട്, എപ്പോഴെങ്കിലും എബ്രഹാം സ്വയമേ തിരിഞ്ഞു നോക്കി തൻ്റെ ഭാര്യയോ തന്നെ നോക്കിയിരുന്നുവെങ്കിൽ അവന് വിശ്വസിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് എബ്രഹാം എന്ത് ചെയ്തെന്നറിയോ? തന്നിലേക്ക് നോക്കിയില്ല, വാഗ്ദത്തം ചെയ്തവനിലേക്ക് മാത്രം നോക്കി. എന്നെ കൊണ്ട് സാധിക്കില്ല, പക്ഷെ എനിക്ക് വാഗ്ദത്തം ചെയ്ത ദൈവം എന്നെ അങ്ങനെ ആക്കും എന്ന് വിശ്വസിച്ചു. അപ്പൊ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സമയമായപ്പോഴേക്കും നീതി എങ്ങനെ പോയിന്നറിയോ? എബ്രഹാം ഇസ്ഹാക്കിനോട് ഇങ്ങനെ പറഞ്ഞത്, നമ്മൾ വലിയൊരു ജാതി ആവുമ്പോഴാണ്, വലിയൊരു കൂട്ടമായി മാറാൻ പോവുകയാണ്. അതുകൊണ്ട് നീ എല്ലായിടത്തും പോയി ഫ്ലാറ്റും അപ്പാർട്ട്മെന്റും പണിയണം, ഇത്രയും പിള്ളേരുണ്ടാകുന്നതല്ല എന്നല്ല പറഞ്ഞ്. ഇത്രയും വലിയൊരു പ്രോമിസ് നമുക്കുള്ളത് കൊണ്ട് ദൈവം ശില്പിയായി പണിയുന്ന അടിസ്ഥാനമുള്ളൊരു നഗരവും കൂടി ഇതിൻ്റെ കൂടെ കാണും. അതുകൊണ്ട് ഈ കനാനിൽ നമുക്ക് ടെൻ്റ് അടിച്ച് താമസിച്ചാൽ മതി എന്ന് എബ്രഹാം മക്കളോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്ര ഭയങ്കരമായൊരു പ്രത്യാശയിലേക്കാണ് ആ വിശ്വാസം അവനെ നടത്തിയത്. ആ വിശ്വാസം ഈ ലോകത്തിലെ മലിനമായ താൽക്കാലികമായ സുഖഭോഗങ്ങളെ വിടുവാൻ മോശയെ സഹായിച്ചു, എബ്രഹാമിനെ സഹായിച്ചു, നമ്മളെയും സഹായിക്കുന്നത് ആ വിശ്വാസമാണ്. ഒരു കർമ്മവുമല്ല, ഒരു പ്രവൃത്തിയുമല്ല. ഇതാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്ന നല്ല വാർത്ത വിശ്വസിക്കുന്ന ഏവനെ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകി. അതാണ് സുവിശേഷം. നമ്മുടെ കർമ്മങ്ങളാൽ ഉണ്ടായിരുന്ന വലിയ ഭാരത്തെ ദൈവം എടുത്തു മാറ്റിയിട്ട് ആ കർമ്മം മുഴുവൻ കർത്താവ് കാൽവരി ക്രൂശിൽ നിവർത്തിച്ചു. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ അവസാനത്തെ 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, അവന് കണക്കിട്ടു എന്നുള്ളത് അവനെ ഉദ്ദേശിച്ച് മാത്രമല്ല, നമ്മെ ഉദ്ദേശിച്ചും കൂടെ ആകുന്നു. അതായത് എബ്രഹാമിന് അത് നീതിയായി കണക്കിട്ടു, വിശ്വാസത്തെ എന്ന് പറയുന്ന എബ്രഹാമിന് ഉദ്ദേശിച്ച് മാത്രമല്ല, നമ്മെ ഉദ്ദേശിച്ചും കൂടെ ആകുന്നു. അപ്പൊ നമ്മളെയും നീതിമാനായി ദൈവം കണക്കിടുന്നത് ഒരു വിശ്വാസത്താലാണ്.
ഏത് വിശ്വാസത്താലാണ്? അടുത്ത വാക്യം. നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു, ആ. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്നു. നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളത് തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കി, അവിടെ രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, എൻ്റെ അതിക്രമങ്ങൾ നിമിത്തം അവൻ എനിക്ക് യാഗമായി, എൻ്റെ അതിക്രമങ്ങൾ നിമിത്തം അവൻ ക്രൂശിൽ മരിച്ചു. അതാണ് ആദ്യം ഞാൻ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആദ്യം എൻ്റെ ഉള്ളിൽ പാപബോധം ഉണ്ടാകും, അല്ലേ? പാപബോധം ഉണ്ടാകും. ഈ പാപബോധം ഉണ്ടാകുമ്പോൾ ഞാൻ പറയാം, കർത്താവേ, നീ എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. ഞാനായിരുന്നു ആ മരണശിക്ഷ അനുഭവിക്കേണ്ട പാപി. എന്നാൽ എൻ്റെ ശിക്ഷ എടുത്തുകൊണ്ട് നീ ഒരിക്കലായിട്ട് ആ കാൽവരി ക്രൂശിൽ കയറിയതിനായിട്ട് സ്തോത്രം. ഞാനത് വിശ്വസിക്കുന്നു. എന്നോട് ഈ സുവിശേഷം 994 ഒരാൾ പറയുമ്പം എൻ്റെ ഹൃദയം പറഞ്ഞു, അതെ, നിനക്ക് വേണ്ടിയാണ് ആ ക്രൂശിൽ കർത്താവ് മരിക്കുമ്പോൾ അവൻ നിന്നെയാണ് ഓർത്തുകൊണ്ടിരുന്നത്. അതെൻ്റെ ഹൃദയത്തിൽ വിശ്വാസമായി മാറി. He died for my sins as a propitiation for my sins. ഇനി അടുത്ത കാര്യം, പിതാവ് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ആ ഉയർപ്പിച്ച പിതാവിൽ വിശ്വസിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഒരു നിമിഷം ആലോചിച്ച് നോക്കിയേ. യേശുക്രിസ്തു പലയിടത്തും പറയുന്നുണ്ട്, ഈ മന്ദിരം പൊളിപ്പിൻ ഞാൻ 3 ദിവസം കൊണ്ട് ഇതിനെ പണിയും. ഒരിടത്ത് പറയുന്നുണ്ട്, ഈ ജീവനെ വെച്ചു കൊടുക്കാനും തിരിച്ചെടുക്കാനും എനിക്ക് അധികാരമുണ്ട്. പക്ഷേ പൗലോസ് പറയാണ്, അങ്ങനെ വിശ്വസിച്ചാൽ പോരാ, പിതാവ് അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കണം. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ശരിക്കും തന്നെ എഴുന്നേറ്റ് പോയതാണോ അതോ പിതാവ് അവനെ എഴുന്നേൽപ്പിച്ചതാണോ? നമുക്കൊരു കാര്യം അറിയാം, യേശുക്രിസ്തു ദൈവമായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും തന്നെ എഴുന്നേറ്റ് പോകാം. കാരണം ഹീ ഈസ് ദ റിസറക്ഷൻ ആൻഡ് ലൈഫ്. അവൻ പുനരുത്ഥാനവും ജീവനും ആയതുകൊണ്ട് അവൻ എപ്പോൾ വേണമെങ്കിലും എഴുന്നേറ്റ് പോകാമായിരുന്നു. കാരണം അവന് അധികാരം എപ്പോഴും ഉണ്ട്. കാരണം അവൻ എപ്പോഴും ദൈവമായിരുന്നു. ദൈവത്തിന് ദൈവമല്ലാതിരിക്കാൻ ഒരു സെക്കൻഡ് പോലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മരണത്തിന് ഒരിക്കലും ക്രിസ്തുവിനെ കീഴ്പ്പെടുത്താൻ പറ്റില്ലായിരുന്നു. പക്ഷെ കർത്താവ് പിതാവിനോട് പ്രാർത്ഥിച്ചു, പിതാവേ, അവൻ തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നതിനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിച്ചിട്ട് പറഞ്ഞു, എന്നെ മരണത്തിൽ നിന്ന് നീ വിടുവിക്കണം. എന്തുകൊണ്ടാണെന്നറിയാമോ? എന്തുകൊണ്ടാ? ഞാൻ ഒറ്റയ്ക്കല്ല, ഇത്രയും പേർക്ക് വേണ്ടിയാണ് ഞാൻ മരിക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്യുവാണ്? ഒരു യാഗം കഴിക്കുകയാണ്. ഒരൊറ്റ യാഗമേ ഉള്ളൂ. ആ യാഗം കഴിച്ചു. അപ്പൊ പിതാവിനോട് പറയാം, എന്നെ എഴുന്നേൽപ്പിക്കണം. അപ്പൊ പിതാവ് യാഗം അംഗീകരിച്ചാൽ എന്താണ് അതിന്റെ പ്രതിഫലം? എന്താണ് അതിന്റെ ഫലം? ആർക്കൊക്കെ വേണ്ടിയാണോ കർത്താവ് ആ യാഗം കഴിച്ചത് അവരെല്ലാവരും പാസ്സായി എന്നാണ് അതിന്റെ അർത്ഥം. ആണോ? യേശു കർത്താവ് അർപ്പിക്കുന്ന യാഗം പിതാവ് അംഗീകരിച്ച്, മോനെ നീ എഴുന്നേറ്റ് വാ എന്ന് പറയുമ്പോൾ എന്താ സംഭവിച്ചത്? കർത്താവ് എനിക്ക് വേണ്ടിയാണ് ആ യാഗം കഴിച്ചതെങ്കിൽ അതെനിക്ക് ഫലിച്ചു. പിതാവ് അംഗീകരിച്ചു. എൻ്റെ പാപങ്ങളെ ആ ക്രൂശിൽ കഴുകി എന്നെ എന്നേക്കുമായി ശുദ്ധീകരിച്ചു. അവൻ എന്നെ നീതിമാനെന്ന് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ? ഏകയാഗത്താൽ. എബ്രായ ലേഖനം 10:14. എബ്രായ ലേഖനം 10:10 മുതൽ ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 10:10 മുതൽ. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഒരു യാഗത്തിന്റെ ആവശ്യമില്ല. കാരണം ക്രിസ്തുവിന്റെ ഏകയാഗത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത വാക്യം. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ പിന്തുടർന്ന് വന്ന ആചാരം അനുസരിച്ച് ഓരോ പ്രാവശ്യവും യാഗം കഴിയുമ്പോൾ ഇപ്പൊ തൽക്കാലം പാപങ്ങൾ മാറിയെന്ന് തോന്നും. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ഇത് തീരില്ല. എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ യാഗങ്ങൾ, കുർബാനകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരിക്കൽ പോലും ഉറപ്പ് വരുന്നില്ല ഞാൻ രക്ഷപ്പെട്ടു, ഈ യാഗം കൊണ്ട് ഓക്കെയായി എന്ന് ഉറപ്പ് വരുന്നില്ല. കാരണം പുരോഹിതന്മാർ ദിവസേന ശുശ്രൂഷിക്കും. എന്താ സംഭവിക്കുന്നത്? ആദ്യത്തേതിനെ അസ്ഥിരമാക്കി പുതിയത് വെച്ചു, പുതിയതിനെ അസ്ഥിരമാക്കി അടുത്ത ചെയ്തു. എന്നാൽ അങ്ങനെയല്ല പുതിയ നിയമത്തിന്റെ യാഗം. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അടുത്ത വാക്യം 13. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. അടുത്ത വാക്യം. ഏകയാഗത്താൽ, ശ്രദ്ധിക്കണേ, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് വേണ്ടി സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഒരൊറ്റ യാഗത്താൽ സകല കാലത്തേക്ക് സൽഗുണപൂർത്തി ഉണ്ടാവുകയും
യാഗങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കുകയും ചെയ്ത്. എങ്ങനെയാണെന്ന് എബ്രായ ലേഖനം 9-11 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. യേശുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമുള്ള ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുകിടാങ്ങളുടെ രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ ഒരിക്കലായി പ്രവേശിച്ച് എന്നേക്കുമായുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. എങ്ങനെ സാധിപ്പിച്ചെന്നറിയാമോ? ആ യാഗം അർപ്പിച്ച, രക്തം അർപ്പിച്ച സ്ഥലം ഈ സൃഷ്ടിയിൽ ഉൾപ്പെടുന്നതായിരുന്നില്ല. സമയമില്ലാത്ത നിത്യതയിലാണ് ആ യാഗം കഴിച്ചത്. പ്രിയ സഹോദരങ്ങൾ, ഡോക്ടർമാരോ നഴ്സുമാരോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുക. രക്തം കട്ടിയാകാൻ, എക്സ്പോസ്ഡ് ആയ രക്തം കട്ടിയാകാൻ എത്ര സമയം വേണം? എത്ര സമയമാണ്? ചിലർ പറഞ്ഞ് 10 മിനിറ്റ്, ചിലർ പറഞ്ഞ് 5 മിനിറ്റ്. എനിക്കറിയത്തില്ല, ഞാൻ മെഡിക്കൽ പ്രൊഫഷണലല്ല. എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലൊരു നമ്പർ കാണുമായിരിക്കും, അത് വെച്ചോ. ഈ സമയം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലെങ്കിലോ, ടൈം എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇല്ല. ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞ നിത്യതയിൽ അങ്ങനെയാണല്ലോ, ടൈം ഇല്ല. അപ്പൊ യേശുക്രിസ്തുവിന്റെ രക്തം ഇപ്പോഴും നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എബ്രായ ലേഖനം 10:19 പറയുന്നു, വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ധൈര്യം എങ്ങനെ ലഭിച്ചത്? അവിടെ യേശു തന്റെ രക്തത്താൽ പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി ഉള്ളത് കൊണ്ടും അവിടെ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ടും ആ കൃപാസനത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് യാതൊരു കർമ്മങ്ങളുടെയും ആവശ്യമില്ല. കാരണം ഒരിക്കലായി കർത്താവ് അത് എന്നേക്കുമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി ഇത് അവിശ്വസിക്കാം. അവിശ്വസിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും കർമ്മങ്ങളിലേക്ക് പോകും. വിശ്വസിച്ചാലോ? എനിക്കറിയാം അവൻ ഏകയാഗത്താൽ എന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. ഞാൻ എന്താണോ ചെയ്യേണ്ടിയിരുന്നത്, ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ എന്താണോ അത് അവൻ അനുഭവിച്ചു. അതുപോലെ ഞാൻ എന്ത് യാഗമായിരുന്നോ കഴിക്കേണ്ടിയിരുന്നത്, അത് കർത്താവ് അവന്റെ സ്വന്തം ശരീരവും സ്വന്തം രക്തവും ഒരിക്കലായി അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി സാധിപ്പിച്ചു. ആരാണോ അതിൽ വിശ്വസിക്കുന്നത്, ഇപ്പൊ ഞാൻ ആദ്യം വായിച്ച വാക്യം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. എന്താണെന്നറിയാമോ? ഒന്ന്, അവനെ കൈക്കൊണ്ട്. എങ്ങനെ കർത്താവിനെ കൈക്കൊള്ളുന്നത്? പല ആൾക്കാർ ഹൃദയം തുറന്ന് ഇങ്ങോട്ട് പോരെ കർത്താവ് എന്ന് പറഞ്ഞൊരു ചെയറിട്ട് കൊടുക്കുക പതിവ്. അങ്ങനെയല്ല കർത്താവിനെ കൈക്കൊള്ളുന്നത്. അത് വേറൊരു ഗ്ലോറിഫൈഡ് വിഗ്രഹാരാധനയാണ്. ശരിക്കും കർത്താവിനെ കൈക്കൊള്ളുന്നത് അവൻ്റെ ആത്മാവിനെ കൈക്കൊള്ളുമ്പോഴാണ്. ഹി ബിക്കംസ് അവർ ലൈഫ്. അവൻ നമ്മുടെ ജീവനായി മാറും. അവനൊരു ഫോട്ടോ ആയി നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുക അല്ല ചെയ്യുന്നത്. ഹി ബിക്കംസ് അവർ ലൈഫ്. അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവിനെ കൈക്കൊണ്ട് അവൻ്റെ സ്വഭാവമുള്ളവരായി അവൻ്റെ തേജസ്സിലേക്ക് പോകുന്ന അവൻ്റെ മക്കളായി മാറുന്നതിൻ്റെ ആദ്യത്തെ പടിയാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞ എന്താണ്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക്. എന്താ വിശ്വസിക്കുന്നത്? അവൻ്റെ യാഗത്താൽ എന്നേക്കുമായുള്ള വീണ്ടെടുപ്പ് ഞാൻ പ്രാപിച്ചിരിക്കുന്നു. ഇവരാണ് പുതിയ സൃഷ്ടി. ഈ വിശ്വാസമുള്ളവരെയാണ് നമ്മൾ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് അവൻ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും വീണ്ടും കഴിക്കുന്ന യാഗങ്ങളിലേക്ക് മനുഷ്യൻ കുടുങ്ങിപ്പോകാനുള്ള കാരണം അത് പോരാ, മതിയായില്ല, അത് എന്നേക്കും ഗുണം ചെയ്യുന്നില്ല എന്ന് മനസ്സിൽ വരുന്ന സംശയങ്ങൾ നിമിത്തമാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം പറയുന്നത്, വൺസ് ഡൺ ഫോർ ഓൾ. അത് നിത്യതയിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് വീണ്ടും ഒരു കർമ്മവും ആവർത്തിക്കേണ്ട കാര്യമില്ല. ഇതാണ് ഏറ്റവും വലിയ ഗുഡ് ന്യൂസ്. ആ തിരശീല കീറിപ്പോയിരിക്കുന്നു. മുകൾ തൊട്ട് താഴെ വരെയും കർത്താവ് വലിച്ചു കീറി അത് കളഞ്ഞിരിക്കുന്നു. വി ഹാവ് ലോസ്റ്റ് ദ റിലീജിയൻ. ദ റിലീജിയൻ ഹാസ് എൻഡഡ്. മതങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഏത് മനുഷ്യനും കൃപാസനത്തിലേക്ക് കടന്നു വരുവാൻ ക്രിസ്തു എന്ന ഏക മഹാപുരോഹിതൻ അവൻ്റെ ദേഹം എന്ന തിരശീലയിലൂടെ നമുക്ക് ജീവനുള്ള ഒരു വഴി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നമ്മൾ കൂടി വന്ന്, സഭയായി കൂടി വന്ന് പറയുന്ന, കർത്താവെ ഞങ്ങളെ രക്ഷിച്ചതിനായി സ്തോത്രം, ഈ ശരീരം ഞങ്ങൾക്കായി നുറുക്കിയതിനായിട്ട് സ്തോത്രം, കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് കാൽവരി ക്രൂശിൽ തകർന്നതിനായി ആ രക്തം ഞങ്ങൾക്കായി എന്നേക്കുമുള്ള ഒരു യാഗമായി ഒരിക്കലായി അർപ്പിച്ചതിനായി സ്തോത്രം. നിന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരായ ഞങ്ങൾ, വീണ്ടെടുക്കപ്പെട്ടവരായ ഞങ്ങൾ, ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ അവകാശം ലഭിച്ചവരായ ഞങ്ങൾ അങ്ങയെ വന്ദിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ മക്കളായി ഞങ്ങൾ ജീവിക്കുന്നു. ഇതാണ് ഓരോ വിശ്വാസിയുടെയും പ്രഖ്യാപനം. ഈ ഒരു സത്യത്തിലേക്കാണ് ദൈവം നമ്മളെ നയിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ഞാൻ അതുപോലെ വായിക്കുകയായിരുന്നു. നമ്മൾ പലതും പഠിച്ചു വെച്ചിട്ടുണ്ടാകും, പലതും കേട്ടിട്ടുണ്ടാകും. പക്ഷേ നമുക്ക് ജീവിക്കാനൊരു അവസരമേ ഉള്ളൂ. സത്യം തിരിച്ചറിയാനൊരു അവസരമാണ് ദൈവം നമുക്ക് തരുന്നതെങ്കിൽ ആ സത്യം നമ്മൾ തിരിച്ചറിയാനാണ് ഈ വേദപുസ്തകം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് അവഗണിക്കാതെ മുമ്പോട്ട് പോകാൻ, സത്യം നിങ്ങളെ സാക്ഷാൽ സ്വതന്ത്രരാക്കി മാറ്റുവാൻ, ഇതിനെ അനുഗമിക്കുവാൻ ഞാൻ നിങ്ങളെല്ലാവരും ആഹ്വാനം ചെയ്യുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രനിലൂടെ ഞങ്ങളെ സ്നേഹിക്കുകയും അങ്ങയുടെ ശരീരത്തിലൂടെ, ആ തകർക്കപ്പെട്ട ശരീരത്തിലൂടെ, ഒരിക്കലായി അർപ്പിക്കപ്പെട്ട നിയമരക്തത്തിലൂടെ ഞങ്ങൾക്ക് എന്നേക്കുമായി തന്ന നിത്യതയുടെ അവകാശത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ കർമ്മങ്ങളിലേക്ക് നോക്കി സ്വയം പ്രശംസയിലേക്ക് പോകാതെ കർത്താവ് എല്ലാം അങ്ങയുടെ ദാനമെന്ന ആ വലിയ സത്യത്തിലേക്ക് കർത്താവ് ഞങ്ങളെ എത്തിക്കണേ. ഓരോ മനുഷ്യന്റെ ഹൃദയത്തിൽ, ഇത് കേൾക്കുന്ന ഓരോ മനുഷ്യന്റെ ഹൃദയത്തിൽ കർത്താവ് അങ്ങേ ഗ്ലോറിഫൈ ചെയ്യുന്ന, അങ്ങേ മഹത്വപ്പെടുത്തുന്ന ആ ഹൃദയത്തിലേക്ക് അവരെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.